മീഡിയേഷൻ അഥവാ മാധ്യസ്ഥം, സമാധാന മാധ്യസ്ഥം ഖത്തർ എന്ന ചെറിയ രാഷ്ട്രം അവർ ഭരണഘടനാപരമായി ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ദോഹ പീസ് അഗ്രിമെന്റ് എന്നറിയപ്പെട്ട അമേരിക്ക താലിബാൻ സമാധാന കരാർ, യമൻ സർക്കാരും ഹൂത്തികളുമായുള്ള വെടിനിർത്തൽ, സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടൽ, സുഡാൻ ദർഫൂർ സമാധാനക്കുടി, ഇറാഖ് ബന്ദിപ്രശ്നത്തിൽ പരിഹാരം, ഏറ്റവും ഒടുവിൽ അമേരിക്ക വെനസ്വല തടവുകാരുടെ കൈമാറ്റമടക്കം, പ്രിസണർ സ്വാപ്പ് അടക്കം ചെറുതും വലുതുമായ രാജ്യങ്ങൾ തമ്മിലും രാജ്യങ്ങൾക്കകത്തെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള രക്തച്ചൊരിച്ചിലും സമാധാനം പറയുന്ന ലോകത്തിന്റെ മീഡിയേഷൻ ക്യാപിറ്റലാണ്. അവിടേക്കാണ്, ആ സമാധാന ദൂതന് നെറ്റിക്കാണ് പോയ രാത്രി ഇസ്രായേൽ കാടത്തം. ഷൂട്ടിംഗ് ദ മെസഞ്ചർ എന്ന പ്രയോഗം കേവലം ഒരു ഫ്രേസ് അല്ല എന്ന് തെളിയിച്ച ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമെന്ന് പറയുകയാണ് ഖത്തർ. അതിർത്തി കടന്ന പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം ഭീകരാക്രമണം എന്ന് പറയലാണ്. ഖത്തർ മാത്രമല്ല, പല ലോകരാഷ്ട്രങ്ങളും. ഒരു ദേശത്തെ ഗസയെ തുടച്ചു നീക്കാൻ, ലക്ഷണമൊത്ത വംശഹത്യ നടപ്പാക്കാൻ, ടൺ കണക്കിന് മാരക ബോംബുകളുടെ നരകമഴ തീർക്കലും പോരാഞ്ഞ് അതിർത്തികളടച്ച് പട്ടിണിക്കിട്ട് ദ്രോഹിച്ച് ക്യാമ്പുകളിൽ ഒട്ടിയ വയറുമായി ഭക്ഷണപാത്രങ്ങളുമായി ക്യൂ നിൽക്കുന്ന 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ തലയ്ക്ക് നേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്ന ചോര കണ്ട് ആനന്ദിക്കുന്ന ക്രൂരന്മാർക്ക് എന്തു ഖത്തർ, എന്തു പരമാധികാരം. അതുവരെ കൂടെ വന്ന സൗഹൃദ രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന ആ രാജ്യം ഒരു വെറുക്കപ്പെട്ട രാജ്യമാകുന്നുവെന്ന് ഗ്രൗണ്ട് റിയാലിറ്റി കണ്ടാണോ അതോ പതിവ് ട്രംപിസ്റ്റ് വ്യാജ നാടകമാണോ എന്നറിയില്ല. ഞങ്ങൾ അറിഞ്ഞില്ലെന്നും അത് ഇസ്രായേൽ പ്ലാൻ മാത്രമാണെന്നും പറയുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ്. ഹമാസിലെ ടോപ്പ് ബ്രാസ് നേതാക്കൾ ഖലീൽ അൽ ഹയ്യ, ഖാലിദ് മിഷേൽ, സാഹിർ ജബറീൻ അടക്കമുള്ളവരാണ് ലക്ഷ്യമെങ്കിലും അത് നടക്കാത്ത ദൗത്യം ഇസ്രായേലിന്റെ പരാജയ ദൗത്യം എന്ന് വിലയിരുത്തുമ്പോഴും ആക്രമണം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എന്താണ്? പലസ്തീൻ മാത്രമല്ല, ഏതു രാജ്യത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഇസ്രായേൽ ആക്രമിക്കാം എന്ന തിരിച്ചറിവുണ്ടാക്കുന്ന അറബ് രാഷ്ട്രങ്ങളുടെ പ്രതികരണം എന്താകും? അറബ് മേഖലയിൽ ഇസ്രായേൽ ഉണ്ടാക്കുന്ന ഈ അസ്വാസ്ഥ്യം ഒരുപാട് ഇന്ത്യക്കാർ, മലയാളികൾ അന്നം തേടുന്ന മേഖലയിൽ ഉണ്ടാക്കുന്ന തീക്കളി നമ്മളെ എങ്ങനെ ബാധിക്കും? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. എസ് ടിന്നി, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ഷാബു പ്രസാദ്, ഡോക്ടർ അബ്ദുള്ള ബാസിൽ എന്നിവർ ചർച്ചയിൽ. ആദ്യം സി എസ് ടിന്നിയിലേക്ക് വന്നു. സി എസ് ടിന്നി, ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഏറ്റവും ഒടുവിൽ എഴുതുന്നത് ഇസ്രായേലി ഒഫീഷ്യൽ സെറ്റ് ടു ഡൗട്ട് സക്സസ് ഓഫ് സ്ട്രൈക്ക് ഓൺ ഹമാസ് ലീഡേഴ്സ് ഇൻ ദോഹ എന്നാണ്. ഹമാസും ഖത്തർ മാത്രമല്ല, വാഷിംഗ്ടൺ പോസ്റ്റും CNN ഒക്കെ റോയിട്ടേഴ്സും അടക്കം അതൊരു പരാജയ ദൗത്യമായിരുന്നു പറയുന്നുണ്ട്. ആ ദൗത്യത്തിന്റെ ജയപരാജയത്തിനപ്പുറം അമേരിക്കൻ നിർദ്ദേശത്തിൽ അമേരിക്ക മുന്നോട്ട് വെച്ച് വെടിനിർത്തൽ ധാരണ ചർച്ച ചെയ്യുന്ന ഒരു ശ്രമത്തിലേക്ക് ഇസ്രായേലിന്റെ ആ കടന്നുകയറ്റം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താകും? ശ്രീ എസ് ടിന്നി. ശ്രീ ഹാഷ്മി, തീർച്ചയായിട്ടും ഇതൊരു വളരെ ഒരു എന്താ പറയുക, ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് ഇസ്രായേൽ ഇപ്പം ചെയ്തത്. കാരണം ഒരു സമാധാന രീതിയിലേക്ക് വരുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപും ഹമാസും ഇസ്രായേലും തമ്മിൽ ഏകദേശം ഒരു ധാരണയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇപ്പം ഇത് ഒരു ഒട്ടും അനാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു മനസ്സിലാകുന്നത്. കാരണം ശ്രീ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിന് അവർക്ക് എന്താണോ ചെയ്യാൻ ആ ഒരു ഒബ്ജക്റ്റീവ് പോലും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് നേടി എന്നുള്ളതിനകത്ത് കുറച്ച് വലിയൊരു ചോദ്യമുണ്ട്. US-ൻ്റെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു ഇതുകൊണ്ട് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ ലോകത്തും ഒരു ഉപയോഗവും ഇല്ലായിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പക്ഷേ അതിൻ്റെ മറുവശം അമേരിക്ക അറിയാതെ ഇങ്ങനൊരു ഓപ്പറേഷൻ ഇസ്രായേൽ ചെയ്യുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അതും എനിക്ക് നമ്മളെ പോലുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ പാടാണ്. അമേരിക്ക അറിയാതെയാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വളരെ കുറച്ച് സമയം കൊടുത്തുള്ളൂ എന്ന് വിശ്വസിക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് ആയിരിക്കത്തില്ല അത്. എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ അറിവും സമ്മതവും ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് പിന്നീട് വരുന്ന പല റിപ്പോർട്ട്സും കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് സ്ട്രൈക്ക് ചെയ്തത്. ഖത്തറിനെ സംബന്ധിച്ചോളം ഖത്തർ വളരെ എന്താ പറഞ്ഞ ഒരു പെക്യുലർ സിറ്റുവേഷനിലാണ്. ഖത്തറിനെ വളരെ കുറച്ച് സമയം മാത്രമായിരിക്കും, തൊട്ട് മുമ്പ് മാത്രമായിരിക്കും അവർ പറഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോൾ പറയാതിരിക്കുകയും ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചോളം ഇത് വലിയ ഒരു തെറ്റായ രീതിയിലേക്കാണ് ഈ ഒരു യുദ്ധം പോകുന്നത്. നമ്മളൊക്കെ വിചാരിച്ചത് ഇപ്പം ഒരു എന്തെങ്കിലും ഒരു പരിഹാരം, ശ്രീ ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ ഗാസയിൽ ചെയ്യുന്ന ആ കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ അതൊരിക്കലും നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിൻ്റെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇസ്രായേലിൻ്റെ കൂടെ നിന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് യൂസ് ഓഫ് ഫോഴ്സ്, അതായത് എത്രയാണ് ആവശ്യം അതിൽ വളരെയേറെ കൂടുതൽ ഇസ്രായേൽ ചെയ്യുന്നു. അത് തന്നെയാണ് ഭാരതത്തിൻ്റെ സ്റ്റാൻഡും, അതാണ് അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭാരതവും നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ നടന്നതും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഖത്തർ പോലൊരു രാജ്യം, ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. നമുക്കറിയാം ഫെബ്രുവരിയിലാണ് അവിടുത്തെ എമീർ ഇവിടെ വന്നിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻസ് 50 വർഷത്തോളമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം 8 ലക്ഷത്തോളം ഇന്ത്യൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം 70% മലയാളികളുണ്ട്. അപ്പം ഭാരതത്തെ സംബന്ധിച്ചോളം ഖത്തർ വളരെ അടുത്ത ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത്
അവരുടെ ഒരു അല്ല, ഖത്തർ അവരുടെ ഒരു മാത്രമല്ല ഞാൻ ഭാഗത്തിൽ പറയുന്നത്, പൊതുവെ തെറ്റുമില്ല. ഇപ്പം GCC ചോദിക്കും രാഷ്ട്രങ്ങളും ചിലർ ഇപ്പോൾ ഗൾഫ് ഹമാസിനെ രാഷ്ട്രങ്ങളും അവിടെ ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് കേരള മലയാളികളൊക്കെ ഒരുപാട് പേർ, ലക്ഷക്കണക്കിനായ മനുഷ്യർ പോയി അരി വാങ്ങുന്ന, അന്നം വാങ്ങുന്ന എന്താ പ്രദേശങ്ങളാണ് അവിടെയെല്ലാം. ഇത് ഖത്തറിനർക്ക് മാത്രം ഉണ്ടാവുന്നതല്ല. ഇസ്രായേൽ പറയുകയാണ്, ശരി, അത് പരാജയപ്പെട്ട ദൗത്യമാണെങ്കിൽ ദൗത്യം വിജയിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യും എന്ന് പറയുകയാണ്. അവർ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ, കൊല്ലപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇനി കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെ കൊല്ലുന്നതുവരെ ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞാൽ സൗദിയിലാവട്ടെ, അല്ലെങ്കിൽ ബഹ്റൈനിലാവട്ടെ, ദുബായിലാവട്ടെ, ഈ പറയുന്ന ഹമാസിന്റെ ആരെങ്കിലും ഉണ്ട് എന്ന് ഇസ്രായേലിന് സംശയം തോന്നിയാൽ അവിടെ കൊണ്ട് ബോംബിടാം. അവിടെ കൊണ്ട് ഈ പറഞ്ഞ ദീർഘദൂര മിസൈൽ ആർക്കും എങ്ങോട്ടേക്ക് അയക്കാവുന്നതാണല്ലോ. ഇനി അത് നമ്മൾ ഇസ്രായേൽ തന്നെ ഇറാന്റെ കാര്യത്തിൽ കണ്ടതാണ്. ഒരാണ്ടും അവിടെ എഫക്റ്റീവ് ആവുന്നത് നമ്മൾ കണ്ടതല്ല. ആർക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാവുന്നത് ആ മേഖലയിൽ സമാധാനത്തിനും നമ്മുടെ വ്യക്തിപരമായ സമാധാനത്തിനൊക്കെ എത്രത്തോളം വലിയ ഭീഷണിയാണ് ഇനി. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംശയമില്ല. അവിടെ ആ ഏരിയയിൽ പ്രത്യേകിച്ച് ഇപ്പം ഈ GCC രാജ്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് വളരെയേറെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം ഖത്തറിൻ്റെ കാര്യം തന്നെ നോക്കൂ, നമ്മുടെ ഗ്യാസ് വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം 30% ഗ്യാസ്, അപ്പം അതിന് എന്തെങ്കിലും ഒരു സംഭവം നടന്നത് നമ്മളെ ഭാരതത്തിന് ഡയറക്റ്റായിട്ട് എഫക്ട് ചെയ്യും. നമ്മൾ അവിടുത്തെ മലയാളികളെ കുറിച്ച് പറഞ്ഞു, ഭാരതീയരെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അത് നമ്മളെ ഡയറക്റ്റായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ UAE ആയാലും ശരി, സൗദി അറേബ്യയിലും ശരി. പക്ഷേ ഖത്തറിനെ സംബന്ധിച്ചോളം എന്തുകൊണ്ടാണ് ഖത്തറിൽ ചെയ്തതെന്ന് വെച്ചാൽ ഹമാസിൻ്റെ അവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഖത്തർ അവിടെ ഈ ഹമാസിന് വേണ്ടി തുറന്നു കൊടുത്തത് 2012. അപ്പോൾ അവിടെയും ഒരു അമേരിക്കയുടെ റോളുണ്ട്. അപ്പോൾ അതേ അമേരിക്ക തന്നെയാണ് ഇപ്പം ഹമാസിൻ്റെ ആ അറ്റാക്കിന് സമ്മതോ അല്ലെങ്കിൽ കണ്ണടച്ചോ എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയത്തുള്ളൂ. പക്ഷെ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അമേരിക്കയുടെ ഒരു റോളും ഇല്ലാതെ അങ്ങനെ ചെയ്യുമോ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക് സൗദി ആയാലും ശരി, UAE ആയാലും ശരി, അങ്ങനെ ഒരു കാര്യം ഇസ്രായേൽ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം അവിടെ ഹമാസിൻ്റെ അത്ര വലിയൊരു പ്രസൻസ് ഇതുവരെ ഇല്ല. ഇവിടെ ആയിരുന്നു അതിൻ്റെ പ്രസൻസ്. പിന്നെ ഇതിൻ്റെ വേറൊരു വശം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗാസയിൽ വലിയ രീതിയിലുള്ള ഒരു ഈ അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ തകർക്കുന്ന രീതിയിലേക്കുള്ള വിഷ്വൽസാണ് അവിടുന്ന് വരുന്നത്, നമ്മൾ കണ്ടു. അപ്പം ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചിലപ്പം എസ്കലേഷൻ ഫോർ ഡി എസ്കലേഷൻ എന്നുള്ളതാണ്. അതായത് ഇത്രയും നിങ്ങൾ ലെവൽ ഹൈ ആക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾ ഡി എസ്കലേഷനിലേക്ക് പോവുക. കാരണം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷ്മി, അതായത് ഈ ഒരു എഗ്രിമെൻറ്റ് ഇപ്പോൾ തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് സൺഡേയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ എഗ്രിമെൻറ്റ് ഇസ്രായേൽ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു ഞങ്ങൾ റെഡിയാണെന്ന്. അപ്പോൾ എനിക്കൊന്ന് ഹമാസ് പറയുന്നതിന് മുൻപ് തന്നെ അവർ ഹമാസിൻ്റെ അടുത്ത് നിങ്ങളത് ഒപ്പിടുന്നില്ല, നിങ്ങളതിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിന്നിട്ടാണ് പെട്ടെന്ന് ഈ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഇനി ഹമാസിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാതെ അവർ ഒരു എഗ്രിമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ പാടാണ്. കാരണം ഹമാസ് ഒരിക്കലും അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇസ്രായേലിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഗാസയിൽ അല്ലെങ്കിൽ ഈ യുദ്ധം തന്നെ തീരാനുള്ള ലക്ഷണങ്ങളാണ് എന്നുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സും അവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ഡെർ ലൈൻ പറയുന്നത് തീവ്ര നിലപാടുള്ള ഇസ്രായേലി മന്ത്രിമാർക്ക് എന്ന് പറഞ്ഞാൽ സ്മോട്രിച്ചും ഇറ്റാവർ ബെൻഗിവർ അടക്കമുള്ളവർക്ക് യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഷെൻഗൻ വിസ അടക്കമുള്ള കാര്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുക, അവർ ഈ രാജ്യത്തോട് കടക്കണ്ട എന്ന് പറയണം. മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലുമായുള്ള ട്രേഡുകൾ നിർത്തണം എന്നാവശ്യപ്പെടുകയാണ് ഉർസുല. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മൊത്തം ഇസ്രായേലിനോട് ആ ഒരു സമീപനം ഉണ്ടാവുന്നുണ്ട്. ഇവിടുത്തെ കുറേ മതവെറി ഭക്ഷിച്ച് അത് ശ്വസിച്ച് അതിൽ കിടന്നുറങ്ങി വെറുപ്പിന്റെ മൂർത്തിഭാവങ്ങളായി മാറി കുറച്ച് സൈബറിടത്തിൽ ഗോഗ വിളിക്കുന്ന കുറച്ച് മനുഷ്യവിരുദ്ധരല്ലാതെ ആഗോള ജനസമൂഹം അത്തരത്തിൽ മതരാഷ്ട്ര ദേശ വ്യത്യാസങ്ങളില്ലാതെ ഇസ്രായേൽ വംശഹത്യ എതിർക്കുകയാണ്. ഇപ്പോൾ ഖത്തറിൽ നടത്തിയ കടന്നാക്രമണത്തെ എതിർക്കുകയാണ്. ഈ ഷൂട്ടിംഗ് ദ മെസഞ്ചർ പണി ആ വെറുക്കപ്പെടൽ കൂടുതൽ ആഴത്തിൽ വെറുക്കപ്പെടാനുള്ള കാരണമാവുകയല്ലേ ഉള്ളൂ. സുഷാവ് പ്രസാദ്, ഹാഷ്മി, ഇവിടെ നമ്മൾ കുറച്ച് ചില്ലറ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ചെറിയ കാര്യങ്ങൾ. ഈ ഖത്തറിലാണ് യു എസിന് പുറത്തുള്ള യുടെ ഏറ്റവും വലിയ എയർബേസും നേവൽ ബേസും എല്ലാം ഉള്ളത്. ഈ ഖത്തറും അമേരിക്കയും തമ്മിലൊരു എഗ്രിമെൻ്റ് വരെയുണ്ട്. ഖത്തറിന് നേരെയുള്ള ആക്രമണം അമേരിക്കയുടെ നേരെയുള്ള ആക്രമണമായി കണ്ടായിരിക്കും അതിൻ്റെ പ്രതികരണം എന്നത്. അത്രമാത്രം അമേരിക്കയുടെ സംരക്ഷണയിലുള്ള ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. ഈ ഖത്തറിൽ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് അമേരിക്കയുടെ പൂർണ്ണമായ സമ്മതമില്ലാതെ നടക്കില്ല. അമേരിക്കയുടെ മാത്രമല്ല, ഇത് ഖത്തറിനും പറഞ്ഞുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. ഈ ഇസ്രായേലിൽ നിന്ന് ഖത്തറിലേക്ക് ഏകദേശം 2700 കിലോമീറ്റർ ഉണ്ട്. ഈ 2700 കിലോമീറ്റർ കടന്ന് ഈ ഇസ്രായേലി ഫൈറ്ററുകൾ ഖത്തറിലെത്തി തിരിച്ചു പോകണമെങ്കിൽ അവിടെ ജോർദാൻ, ഇറാഖ്, സൗദി അറേബ്യ ഈ 3 രാജ്യങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിച്ചാലേ നടക്കുള്ളൂ. ഈ 3 രാജ്യങ്ങളുടെ എയർ സ്പേസിലൂടെ 10ഓളം ഫൈറ്ററുകൾ
ഈ ഖത്തറിൽ വന്ന് ആക്രമിച്ച് തിരിച്ചു പോകണമെങ്കിൽ അതിൽ ഈ രാജ്യങ്ങളുടെ എല്ലാം പങ്കുണ്ട്, അവരുടെ എല്ലാം സമ്മതമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം പറയാം. ഈ ഹമാസ് എന്ന ഈ ഈ വൃത്തികെട്ട വർഗം ഒടുങ്ങേണ്ടത് ഇസ്രയേലിൻ്റെ മാത്രം ആവശ്യമല്ല, എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയുമാണ്. അതിനുവേണ്ടി ഇതിൻ്റെ അകത്ത് ഇപ്പം ഖത്തർ എതിർക്കുന്നു, ഞങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടന്ന ആക്രമണമാണ്, ഞങ്ങൾ ശക്തമായി വിമർശിക്കുന്നു, തിരിച്ചടിക്കുന്നു, ഈ പറച്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പാലസ്തീൻ ജനതയെ, ഗാസയിലെ ജനതയെ ഈ മഹാദുരിതത്തിലേക്ക് തള്ളിയിട്ടത് ഹമാസ് എന്ന ഈ പേപ്പട്ടിക്കൂട്ടം മാത്രം. ഞാൻ പറഞ്ഞു, താങ്കൾ പറയുന്നത് പോലെ അത് പ്ലാൻഡ് അറ്റാക്ക് ആണെങ്കിൽ, അത് ഖത്തറിന്റെ അറിവോടുകൂടി നടന്നതാണെങ്കിൽ ഖത്തറിന് കുറച്ചുകൂടി പ്രിസൈസായി പറഞ്ഞു കൊടുത്തൂടെ? നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന നേതാക്കൾ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഇടുമെന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇതിപ്പം അത് കൃത്യമായിട്ട് അവിടെ തന്നെയാണല്ലോ കൊണ്ടിട്ടത്. അല്ലല്ല, ഒരു ലക്ഷ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അവർ ലക്ഷ്യം വെച്ച് ആരെയും വധിച്ചില്ല. ചിലപ്പം ഇനി അല്ല, ഇത് ഞാൻ എന്തായാലും ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ഇത് ഖത്തറിൻ്റെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മുഴുവനും അമേരിക്കയുടെയും എല്ലാം സപ്പോർട്ടോടുകൂടി നടന്ന സംഭവമാണിത്. എല്ലാം. കാര്യം ഇന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒക്ടോബറിൽ 2 വർഷമാകുന്നു. അന്ന് ഈ ഹമാസ് ഈ ആക്രമണം നടത്തിയതിന് വേറെ ഉദ്ദേശവുമുണ്ട്. ഈ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഇസ്രയേലുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നവരാണ്. കുറേശ്ശെ അതിലേക്ക് അടുക്കുകയുമാണ്. UAE അവരുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു, ബഹ്റിൻ സ്ഥാപിച്ചു, സൗദി അറേബ്യ അവരുടെ എയർ സ്പേസ് ഇസ്രയേലിലേക്കുള്ള സിവിലിയൻ വിമാനങ്ങൾക്ക് അവരുടെ എയർ സ്പേസ് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തു. ജോർദാനും ഈജിപ്തും അവരുടെ സൗഹൃദ രാജ്യങ്ങളായി മാറി. അങ്ങനെ ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കുറെ പതുക്കെ ആ ഇസ്രയേലുമായി വലിയ തോതിൽ സഹകരിച്ചു തുടങ്ങിയപ്പോൾ അതിനിട്ട് പണി കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ആ കാര്യങ്ങളൊക്കെ. ഞാൻ അതിലേക്ക് എത്താം. അബ്ദുൽ അബ്ബാസ്, ഇവിടെ നോക്കൂ, ഈ അറബ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന അവിടുത്തെ തെരുവുകളിൽ എന്ന് പറഞ്ഞാൽ ഈ ഗൾഫിന്റെ തെരുവുകളിൽ വലിയ സമരങ്ങളുണ്ടായി. അവിടെ ഈ പറയുന്ന കോളേജ് വിട്ട് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി, അവിടുത്തെ ജനസാമാന്യം അവിടെ ഇറങ്ങി പലസ്തീൻ അനുകൂലമായ വലിയ മുദ്രാവാക്യങ്ങൾ, വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായെന്നല്ലാതെ ഈ അറബ് രാഷ്ട്രങ്ങളൊന്നും, ഇപ്പോൾ നേരത്തെ ഷാവപ്രസാദ് പറഞ്ഞ സൗദി ആവട്ടെ, ഈ പറയുന്ന ബഹ്റൈൻ ആവട്ടെ, ദോഹയാവട്ടെ, അല്ലെങ്കിൽ ഖത്തർ, വേറെ റോളാണ്, മധ്യസ്ഥ റോളാണ്. അറബ് രാഷ്ട്രങ്ങളൊന്നും പലസ്തീനിൽ നടക്കുന്ന ഈ നരഹത്യയെ ശക്തമായി എതിർക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. അബ്ദുൽ അബ്ബാസ് ആകെ സംസാരിക്കാൻ നട്ടല് കാണിച്ചത് ഇറാനാണ്. അതിന്റെ പക തീർക്കാൻ ഇസ്രായേൽ ചൊറിഞ്ഞതും ഇറാൻ കയറി മാന്തിയതൊക്കെ നമ്മൾ കണ്ടതുമാണ്. എന്തുകൊണ്ടാണ് അറബ് രാഷ്ട്രങ്ങൾ മിണ്ടാതിരുന്നത്? ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല ധൈര്യത്തിലാണ്. എന്തുകൊണ്ടാണ്? അമേരിക്കൻ പിന്തുണയൊക്കെ ഉണ്ട്, അമേരിക്കൻ ബേസ് ഞങ്ങളുടെ നാട്ടിലുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ല ധൈര്യത്തിലാണ്. ആ ധൈര്യത്തിന്റെ, വിശ്വാസത്തിന്റെ മൂർധാവിന് കിട്ടിയ പ്രഹരമല്ലേ ഇസ്രായേലിന്റെ ഈ ഖത്തർ അറ്റാക്ക്? പക്ഷേ അബ്ദുൽ അബ്ബാസ്, താങ്കളും ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ എന്ന് വരുന്നുണ്ടോ? അല്ല, തീർച്ചയായും നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ജിയോ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ, നമ്മൾ പെരിഫറലി കാണുന്ന പോലെയല്ല കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ വേണമെങ്കിൽ പറയാം സൗദിക്ക് അടിച്ചുകൂടെ, ഖത്തറിന് അടിച്ചുകൂടെ, അതുപോലെ തന്നെ UAEക്ക് അടിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചടിക്കുക, അങ്ങനെയുള്ള ഒരു കളിയല്ല യഥാർത്ഥത്തിൽ ജിയോ പൊളിറ്റിക്സ് എന്നുള്ളത് നമുക്കറിയാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പൊതുവേ പറയാറുള്ള ഒരു കാര്യമാണ് ഫലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് കേവലമായിട്ടുള്ള ഒരു ഒക്ടോബർ 7 തുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവസാനിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഏതെങ്കിലും ചെറിയ ചില അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ഇത് ലോകക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ അമേരിക്കയാണ് ഇവിടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം, അത് സയണിസം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഇവിടെ നിലനിർത്താൻ ആവശ്യമായി എന്തും ചെയ്യും എന്നുള്ള ഒരു ധാർഷ്ട്യവുമായി പോകുന്ന ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു ലോകക്രമം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവില്ല. അവിടെ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഈ രാജ്യങ്ങൾക്ക് അടിച്ചുകൂടെ, ഇവരൊക്കെ മുസ്ലിം രാജ്യങ്ങളല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഈ നമ്മൾ പൊതുവെ ഇത്തരത്തിലുള്ള ഈ ഇസ്രായേലിൻ്റെ ഈ നയതന്ത്ര ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതാ മുസ്ലിം രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ജൂതരാഷ്ട്രം, ചെറിയൊരു രാഷ്ട്രം, ചുറ്റിലും എന്താണ് കുറേ മുസ്ലിങ്ങളാണ്, മുസ്ലിം രാജ്യങ്ങളാണ് എന്നൊക്കെയാണ് പറയാം. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ലോകം ഭരിക്കുന്ന സാമ്രാജ്യത്വവും അതുപോലെ തന്നെ ഈ സയണിസവും മറ്റുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ശക്തി മറ്റ് രാജ്യങ്ങൾക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഇനി ആരെങ്കിലും അത് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇറാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ കുട്ടിച്ചോറാക്കും. സിറിയ നമ്മുടെ മുമ്പിലുണ്ട്, അതുപോലെ തന്നെ ലിബിയ നമ്മുടെ മുമ്പിലുണ്ട്, ഇറാഖ് നമ്മുടെ മുമ്പിലുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അസ്ഥിരതപ്പെടാൻ കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എവിടെയൊക്കെ അസ്ഥിരപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ
US-ഉം നാറ്റോവും ചെയ്തിട്ടുള്ളത് ഇസ്രയേലിന് വേണ്ടിയാണ്. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു എത്നോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രി, പല ആളുകളും ഡെമോക്രാറ്റിക് എന്നൊക്കെ പറയും, അല്ല, എത്നോക്രാറ്റിക് ആയിട്ടുള്ള ഒരു വംശീയ രാജ്യം, അതിനെ നിലനിർത്താൻ വേണ്ടി ഈ പറഞ്ഞ സാമ്രാജ്യത്വവും സയനിസവും അതിന് എന്തും ചെയ്യും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. പിന്നെ ഇവിടെ ഖത്തറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ പിന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കയറി, അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കയറി എന്നുള്ളത് ഒരു നിലക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രയേൽ 7ഓളം രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്കാണ് കയറി ബോംബിടുകയും അതുപോലെ തന്നെ അവിടെ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇസ്രയേൽ അങ്ങനെ കയറുക എന്നുള്ളതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പിന്നെ ഈ ഖത്തറിന്റെ വിഷയത്തിൽ സംഭവിച്ചെന്താ വെച്ചാൽ താങ്കൾ ജിയോ പൊളിറ്റിക്സ് ശരിയാണ്, ആ കാര്യങ്ങൾ ശരിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഫലസ്തീൻ ഒരു മതപ്രശ്നമല്ല, അത് രാഷ്ട്രീയ പ്രശ്നമാണെന്ന് പറഞ്ഞതിന് മറുപടി താങ്കൾ പറഞ്ഞത് രാഷ്ട്രീയ പ്രശ്നമായതുകൊണ്ടാണല്ലോ. ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന ഏതെങ്കിലും ഒറ്റ രാഷ്ട്രം ഫലസ്തീനുകളെ നിന്നോ? ഇറാനെ ഇസ്ലാമിക രാഷ്ട്രമായി കരുതുന്നില്ലല്ലോ പരമ്പരാഗത ഇസ്ലാമിസ്റ്റ്, അതൊരു ഷിയ രാഷ്ട്രമാണ് എന്നാണല്ലോ പറഞ്ഞത്. അവർ മാത്രമാണല്ലോ കൂടെ വന്നത്. പോട്ടെ, അത് മറ്റൊരു പ്രശ്നം. അബ്ദുൽ എൻ്റെ ചോദ്യം അതായിരുന്നില്ല. എൻ്റെ ചോദ്യം ഈ അറബ് രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? അറബ് രാഷ്ട്രങ്ങൾ ഏത് ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും കുഞ്ഞുങ്ങളെ, ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുമ്പോൾ ഞങ്ങൾക്കത് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന സൈനികരെ പിൻവലിക്കുന്ന ഒരു രാഷ്ട്രത്തെ നടപടിയോട് ഇത് തെറ്റാണ് എന്ന് ശക്തമായി പറയാമല്ലോ ശ്രീ ബാസിൽ. അത് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ഒരു അറബ് രാഷ്ട്രവും ശക്തമായ രീതിയിൽ നിർത്തൂ ഈ നരമേധം എന്ന് പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താണ്? ഞങ്ങളുടെ നേരെ വരില്ല എന്ന ധൈര്യമാണ്. ഞങ്ങളുടെ നേരെ വന്നു ശ്രീ ബാസിൽ. ഇനി എന്താണ്, ഇനി അങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയില്ല ഈ അറബ് രാഷ്ട്രങ്ങൾക്ക്. തീർച്ചയായും അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടൽ എല്ലാ നിലക്കും പൂർണ്ണമായും ഓക്കെ ആണെന്ന് പറയുന്നത്. എന്നാൽ അതേസമയത്ത് നയതന്ത്ര ബന്ധങ്ങൾ, ഇപ്പോൾ സ്പെയിൻ, നോർവേ, അതുപോലുള്ള ഒരുപാട് രാജ്യങ്ങൾ നയതന്ത്രപരമായിട്ട്, ബെൽജിയം അടക്കം, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ നയതന്ത്രപരമായിട്ട് ഇസ്രയേലിനെതിരെ നീങ്ങുന്നതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊക്കെ അതിൻ്റെ പിന്നിൽ സൗദി പോലെയുള്ള രാജ്യങ്ങളുടെ കരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ ഇടപെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ്. ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അതിന് വിരുദ്ധമായിക്കൊണ്ടുള്ള ഒരു ശാക്തിക ചേരി ഉണ്ടായി വരുന്നത് വരേക്കും ആരെങ്കിലും എടുത്തു ചാടിയാൽ ആ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കൊളാവുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജിയോ പൊളിറ്റിക്സ് ആ രൂപത്തിൽ കൂടി മനസ്സിലാക്കണം. പക്ഷേ ഇസ്രയേലിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ചതടക്കം ഒരു എന്താ പറയുക, ഇസ്രയേലിനെ ന്യായീകരിക്കുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുക എങ്ങനെയാണ്? ഇപ്പോൾ ഈ ഒരു ആക്രമണമൊക്കെ കൂടി കഴിഞ്ഞതോടുകൂടി നയതന്ത്രപരമായിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ന്യായീകരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഈവൻ അമേരിക്കക്ക് പോലും ആ ഒരു നിലക്ക് ഒരു പക്ഷേ അത് പിന്നെ സ്റ്റേജ്ഡ് ഷോ ആയിരിക്കാം, എന്നാൽ പോലും ട്രംപ് പോലും പറയാണ് അത് ശരിയല്ല എന്ന്. ഉർസുലയെ കുറിച്ച് പറഞ്ഞു. ഉർസുലയുടെ ട്വീറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇസ്രയേലിനെ ഏതറ്റം വരേക്കും ന്യായീകരിക്കുന്ന ഒരാളായിരുന്നു ഉർസുല. പക്ഷേ അവർ പോലും ഇസ്രയേലിനെ തള്ളിപ്പറയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ട് പോലും ആ ഇസ്രയേലിനെ ന്യായീകരിക്കാൻ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു വംശീയമായ മനസ്സ് അല്ലെങ്കിൽ മുൻവിധി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇസ്രയേൽ ഒരിക്കലും ഒരു തരത്തിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെയും പാലിക്കുന്ന ഒരു രാജ്യമല്ല. അത് തെമ്മാടി രാഷ്ട്രമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് വലിയ രൂപത്തിൽ പ്രശ്നവൽക്കരിച്ച ആളുകൾ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഏത് നിയമത്തെയാണ് പാലിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നോക്കേണ്ടത്. ഒരു നിയമവും പാലിക്കാതെ, UN റെസൊല്യൂഷനുകൾ പാലിക്കാതെ, അതുപോലെ തന്നെ സീസ് ഫയർ അഗ്രിമെന്റുകൾ പാലിക്കാതെ, ഒന്നും പാലിക്കാതെ തോന്നിയതുപോലെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പരമാധികാര രാജ്യങ്ങളുടെ മേലേക്ക് കയറുന്ന ഒരു അവസ്ഥയൊക്കെ പറയുമ്പോൾ ആ പരമാധികാര രാജ്യങ്ങളുടെ മേലേക്ക് പോലും കയറുന്ന, അതിൽ പോലും ഒരു തരത്തിലുള്ള മാന്യതയോ ഒരു നിയമമോ പാലിക്കാത്ത ആളുകളാണ് ഒന്നുമില്ലാത്ത നിരായുധരായിട്ടുള്ള ഫലസ്തീനികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ ഇത് ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണോ അല്ലേ എന്നുള്ള ചർച്ചയ്ക്ക് നടക്കുമ്പോൾ ഇങ്ങനെ പരമാധികാര രാഷ്ട്രങ്ങളുടെ മേലേക്ക് പോലും ഇങ്ങനെയുള്ള തെമ്മാടിത്തം ചെയ്യാൻ കഴിവുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിന് മടിക്കാത്ത ആളുകൾ, ഒന്നുമില്ലാത്ത ആളുകളുടെ മേലെ എന്തൊക്കെ ചെയ്യുന്നുണ്ടാകും എന്നാലോചിക്കാനെങ്കിലും നമുക്ക് സാധിക്കാം. അപ്പോൾ കേവലമായിട്ടുള്ളൊരു വംശീയമായ മനസ്സോ അല്ലെങ്കിൽ വംശീയമായ മുൻവിധികളോ വെച്ചുകൊണ്ടല്ല നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ നിലപാടുകൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം നമുക്ക് അറിയാം. ഇന്ത്യ വളരെ നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്റ്റേജുകളിലേക്ക് പോകുന്ന ഒരു സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു, ചൈനയുമായും അതുപോലെ തന്നെ റഷ്യയുമായും ഒക്കെ ചേർന്നുകൊണ്ടുള്ള. എന്നാൽ അതേ സമയത്ത് വളരെ വേദനാജനകം എന്ന് പറയട്ടെ, ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പോലും, ഉർസുല പോലും ഈ രൂപത്തിൽ ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് ആ ഒരു സന്ദർഭത്തിൽ പോലും, ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ബെസാലേൽ സ്മോട്രിച്ച് എവിടെ വന്നു, ഡൽഹിയിൽ വരുന്നു, ഒരു ബൈലാറ്ററൽ അഗ്രിമെന്റ് ഒപ്പിടുന്നതാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും ഒരു വംശഹത്യ നടത്തുന്ന ഒരു രാഷ്ട്രത്തെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ, അവർക്കെതിരെ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന
നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള അഗ്രിമെന്റിലേക്ക് കൂടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ ഇത്രയും കാലം പുലർത്തി വന്നിട്ടുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു പൊസിഷനെ കൂടിയാണ് അവിടെ വയലേറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് ചേർന്നതായി പോയില്ല. ഓക്കെ, ഞാൻ ശ്രീ മോഹൻ വർഗീസിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ അറിയിച്ചിരുന്നു എന്ന് അമേരിക്ക പറയുന്നുണ്ട്, ഇല്ല എന്ന് ഖത്തർ പറയുന്നു. എന്തായാലും ഇസ്രായേൽ ലക്ഷ്യമിട്ട് ആരും കൊല്ലപ്പെട്ടിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇറാന്റെ ആണവ റിയാക്ടറുകളിലേക്ക് അമേരിക്കയുടെ B2B ബോംബർ ആക്രമണം കണ്ടതാണ്. പിന്നീട് അറിഞ്ഞു മൊത്തം ഡ്രാമയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് ഇറാനെ വിളിച്ചറിയിക്കുന്നു. അവിടുത്തെ യുറേനിയവും ഈ പറഞ്ഞ യന്ത്രങ്ങളൊക്കെ എടുത്തു മാറ്റുന്നു ഇറാൻ. ശൂന്യമായ സ്ഥലങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ ബോംബിടുന്നു. തിരിച്ച് ഖത്തറിലെ ഇറാൻ ഞങ്ങളൊരു എയർബേസിലേക്ക് ആക്രമിക്കുന്നത് എന്ന് പറയുന്നു. അമേരിക്ക അവിടുന്ന് ഈ പറയുന്ന വിമാനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നു, ബോംബിടുന്നു. ആ എപ്പിസോഡ് കഴിയുന്നു. ഒന്നാം തരം നാടകമെന്നാണല്ലോ കേട്ടത്. അതുകൊണ്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും പോലെ ഇതൊക്കെ നമ്മൾ വാർത്ത കേൾക്കുന്ന പോലെ നമ്പാൻ കഴിയുന്നതാണോ ശ്രീ മോഹൻ വർഗീസ്? ഇപ്പോൾ പുറമേ കേൾക്കുന്നത് ശ്രീ ഹാഷ്മി, പുറമേ കേൾക്കുന്ന പല കാര്യത്തിൻ്റെയും പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മുൻകൂട്ടി അറിയിച്ചിട്ട് നടത്തുന്ന ഒരു ആക്രമണവും യഥാർത്ഥത്തിൽ ആക്രമണമല്ല. ഇതാരെയോ ബോധിപ്പിക്കാൻ വേണ്ടി, ഏതോ ഒരു ടാർഗറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി നടത്തുന്ന ഒരു പൊറാട്ട് നാടകം എന്നതിൽ കവിഞ്ഞ അർത്ഥം ഇതിന് കണ്ടെത്താനാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഔപചാരികമായി പറയുമ്പോൾ ഇസ്രയേലിൻ്റെ ആവശ്യമാണ് ഹമാസിൻ്റെ നെറ്റ്വർക്ക്, അത് ഗാസയ്ക്കുള്ളിലും പുറത്തുമുള്ള ഹമാസിൻ്റെ നേതാക്കന്മാരെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യുക എന്നത് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ആ സെൻസിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആക്രമണത്തിന് സാങ്കത്യമുണ്ട്. രണ്ട്, ഹമാസ് എന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർക്ക് സുരക്ഷിതമായ ഒളിയിടം, താവളം ഒരുക്കുന്ന കാര്യം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയാണെങ്കിൽ പോലും ഒരു ഡിപ്ലോമാറ്റിക് സാധ്യതയാണ്. കാരണം തീവ്രവാദ വിഭാഗങ്ങളുമായി ഒരു ചങ്ങാത്തമുണ്ടെങ്കിൽ അവരുമായി നെഗോഷിയേറ്റ് ചെയ്യാം, അവർക്കെതിരെ നിൽക്കുന്ന ശക്തികളുമായി നെഗോഷിയേറ്റ് ചെയ്യാം. അങ്ങനെ ലോകത്തിൻ്റെ ഒരു നിഷ്പക്ഷ രാജ്യമെന്ന നിലയിൽ ഒരു കാലത്ത് സ്വിറ്റ്സർലൻഡ് വഹിച്ചിരുന്ന, ജനീവ സിറ്റി വഹിച്ചിരുന്ന ഒരു റോൾ ഇപ്പോൾ ഖത്തറിന് തലസ്ഥാനമായ ദോഹ സിറ്റി വഹിക്കുന്നു എന്ന് ഖത്തറിന് പേര് നടിക്കാം. അതിന് പിന്നിൽ നടക്കുന്ന ബിസിനസ് ഡീലുകൾ വേറെ. അപ്പോൾ അതുകൊണ്ട് പല വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്ന, പല വഞ്ചിയിൽ ഒരേ സമയം സഞ്ചരിക്കുന്ന ഒരു രാജ്യമായി, വലിയ വിശ്വസ്തതയൊന്നുമില്ലാത്ത രാജ്യമായി, പലർക്കും താവളം വരുന്ന പല അനഭിമതരായ ആളുകൾക്ക്, തീവ്രവാദി വിഭാഗങ്ങൾക്ക് അമേരിക്ക താലിബാൻ പ്രശ്നം ഉണ്ടായി. താലിബാൻ അവിടെ ഓഫീസുണ്ട്. താലിബാൻ ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്ക അവിടെ ചർച്ച നടത്താൻ കഴിയുള്ളൂ. ഹമാസിനോട് ഓഫീസുണ്ട്. ഹമാസിന് ഓഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ചർച്ചകൾ നടത്താൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രം, അവരുടെ ആർട്ടിക്കിൾ 7 11 അവരുടെ ഭരണഘടനയിൽ തന്നെ ഈ ലോകരാഷ്ട്രങ്ങളെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രാജ്യമാണ്. മീഡിയേഷൻ ക്യാപിറ്റൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന രാജ്യമാണ്. അത് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന അമേരിക്ക വെനിസ്വല ഈ കുറ്റവാളി കൈമാറ്റ കരാറിലൊക്കെ ഇടപെട്ട രാഷ്ട്രമാണ്. അത് ലോകം അംഗീകരിച്ചു കൊടുത്ത രാഷ്ട്രമാണ്. അപ്പോൾ അതിന് ഒളിവിടം ഒരുക്കുന്നു എന്നൊക്കെ പറയാമോ? തീർച്ചയായും അത് രണ്ടു വള്ളത്തിൽ കാലുകുത്തുന്നു എന്നൊക്കെ പറയാമോ? ഒളിയിടം ഒഴുക്കുക എന്നത് ഇസ്രായേലിന്റെ ആരോപണമാണ്. അങ്ങനെ രണ്ടു വള്ളത്തിൽ കാലുകുത്തുക മീഡിയേഷനോട് രണ്ടു കൂട്ടരും ബന്ധം വേണം, എന്നാലും മീഡിയേഷൻ നടക്കും. തീർച്ചയായും മീഡിയേറ്റിന്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ, ശ്രീ ഹാഷ്മി, മീഡിയേഷന്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ ബിസിനസ് ഡീലുകളാണ്, പല രീതിയിലുള്ള സാധ്യതകളാണ്. ഖത്തറിനാകെ ഉള്ളത് എണ്ണയും അതുപോലെ തന്നെ വൻതോതിലുള്ള പ്രകൃതിവാതകവും CNG വൻതോതിലുള്ള ശേഖരമുണ്ട്. അത് വിറ്റുകൊണ്ട് ലഭിക്കുന്ന പണത്തിന്റെ ഒരു ചെറിയ പങ്കെങ്കിലും ഈ പലപ്പോഴും ലോകരാജ്യങ്ങൾ അംഗീകരിക്കാത്ത ചില പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു. പക്ഷേ അതിന്റെ മറവിൽ ഡിപ്ലോമാറ്റിക് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അങ്ങനെ അധികം താങ്കൾ ഒരു തെളിവില്ലാത്ത ഞാൻ പറയട്ടെ, ഇപ്പൊ ശ്രീലങ്കയിൽ ചർച്ച നടന്ന എവിടെ? താങ്കൾ പറഞ്ഞു ജനീവിൽ, നോർവേയിലാണ് നടന്നത്. അപ്പോൾ നോർവേക്ക് ഈ പറഞ്ഞ ലക്ഷ്യങ്ങളുണ്ടോ? കാലാകാലങ്ങളിൽ ഓരോ രാഷ്ട്രം ആ റോൾ എടുക്കുമെന്നേ. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പറയുന്ന ഹമാസ് ഇസ്രായേൽ ചർച്ച നടക്കുന്ന ആരുടെ താല്പര്യപ്രകാരമാണ്? ട്രംപിന്റെ താല്പര്യപ്രകാരമാണ്. ട്രംപിന് ഉപദേഷ്ടാവ് അവിടെ ഉണ്ട്. ഉപദേഷ്ടാവ് അടക്കം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ചർച്ച നടക്കുന്നത്. അതൊരു ഒഫീഷ്യൽ ചർച്ചകളാണല്ലോ. അതെന്തോ ഗുപ്തമായ രീതിയിൽ നടക്കുന്നതെന്ന് അവതരിപ്പിക്കാവോ ശ്രീ മോഹൻ വർഗീസ്? അല്ല, ഇവിടെ അതൊരു പോളിസിയാണ്. പോളിസി എന്ന് പറയുന്നത് ഖത്തറിന്റെ നയമാണ്. ലോകം അംഗീകരിച്ച പോളിസിയാണ്. പോളിസിയാണ്. ലോകം അംഗീകരിച്ചോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ലോകം അംഗീകരിക്കുന്ന ഒരു പോളിസി എങ്ങനെയാണ് ഒരിക്കൽ ഖത്തർ പുറത്തു പോയത്? ഇല്ല, എങ്ങനെയാണ് അമേരിക്ക അങ്ങോട്ട് പോകുന്നത്? എങ്ങനെയാണ് ലോകം അംഗീകരിച്ച് ഇസ്രായേൽ അങ്ങോട്ട് പോകുന്നത്? എങ്ങനെയാണ് ഈ പറഞ്ഞ മറ്റു രാഷ്ട്രങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ്? സാർ, അവിടെ ഒരു മാധ്യസ്ഥം നടക്കുന്നത് എന്തുകൊണ്ടാണല്ലോ ആണല്ലോ. ഇപ്പൊ ഇസ്രായേൽ വെനിസ്വല കുറ്റവാളി കൈമാറ്റ കരാറിന് ഒരു മാധ്യസ്ഥം അവിടെ ഉണ്ടാവുന്നു. അത് വിജയിക്കുന്നു. അങ്ങനെ പല വിജയ ചരിത്രം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പോകുന്ന രാഷ്ട്രങ്ങൾ. അത് ലോകം അംഗീകരിച്ചതാണ്. തീർച്ചയായും
അതെ, തീർച്ചയായും മറ്റ് രാജ്യങ്ങൾക്ക് ഇടപെടാനാവാത്ത ഒരു അന്തരീക്ഷം ഇപ്പോൾ ഹമാസുമായി ചർച്ച ചെയ്യാൻ മറ്റ് രാജ്യങ്ങൾക്ക് ഔപചാരികമായി കഴിയില്ല. അവിടെ ഹമാസിനൊരു അവിടെ ഖത്തറിന് റോളുണ്ട്. താലിബാനുമായി കൈകാര്യം ചെയ്യാൻ നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ അൽ ഖൈദയുമായി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായും സംസാരിക്കാനുള്ള ഒരു ഇടം ഒരുക്കുക എന്നത് നയതന്ത്ര ഭാഷയിൽ പറഞ്ഞാൽ ഖത്തറിൻ്റെ പോളിസിയാണ്. ഖത്തറിൻ്റെ വിദേശ നയത്തിൻ്റെ ആണിക്കൽ അതാണ്. അതിൽ നിന്നും പരമാവധി സാധ്യതകൾ അങ്ങനെയാണ് ലോകകപ്പ് ഉൾപ്പെടെ ഖത്തറിൽ കൊണ്ടുവരാൻ സാധിച്ചതിൻ്റെ പിന്നിൽ ഈ ഒരു ഇന്റർനാഷണൽ അമിറ്റി ആൻഡ് ഗുഡ്വിൽ അതിൻ്റെ പിന്നിൽ നടക്കുന്നത് പലപ്പോഴും ഭീകരവാദത്തിന് ഫണ്ടിങ് നൽകുന്ന രാജ്യം എന്ന പേര് പോലും ഖത്തർ കിട്ടി. പലപ്പോഴും അത് സൗദി അറേബ്യ ഉൾപ്പെടെ അലോസരപ്പെടുത്തിയത് കൊണ്ടാണ് ഒരിക്കൽ ഖത്തർ GCC-യിൽ നിന്ന് പുറത്ത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഖത്തറിൽ നടത്തി അതിന്റെ പരമാധികാരം ലംഘിക്കുന്ന ആ പ്രവൃത്തിയെ താങ്കൾ ന്യായീകരിക്കുകയാണ് സിമോൻ വർഗീസ്. അതങ്ങനെ ന്യായീകരിക്കാൻ കഴിയുക? ഒരു ലോകരാഷ്ട്രങ്ങൾ എതിർക്കുകയാണ്. ഇന്ത്യ കണ്ടം ചെയ്തു എന്നാണ്. ഇന്ത്യ അതിൽ ഡീപ് കൺസേൺ അറിയിച്ചു. ഖത്തർ എന്ന് പറയുന്ന മധ്യസ്ഥ രാഷ്ട്രം അത് മധ്യസ്ഥരായി നിൽക്കുന്നത് ഇന്നോ ഇന്നലെ അല്ല, നാളുകളായി നിൽക്കുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ സുഡാനിലടക്കം പല ആഭ്യന്തര സംഘർഷം നിൽക്കുന്ന രാജ്യങ്ങളിലടക്കം ഇനി പറഞ്ഞ അറബ് രാഷ്ട്രങ്ങൾക്ക് പുറത്തുള്ള രാഷ്ട്രങ്ങളിലടക്കം താങ്കൾ ഈ പറഞ്ഞ അൽഖ്വയ്ദ, താങ്കൾ ഈ പറയുന്ന ഹമാസ്, താങ്കൾ ഈ പറയുന്ന ഫത്ത ഒന്നും മാത്രമല്ല അതിനപ്പുറമുള്ള ഈ പറഞ്ഞ ദർഫൂർ കലാപത്തിലടക്കം ഇടപെട്ട രാഷ്ട്രമാണ് ഖത്തർ, വിജയിച്ച രാഷ്ട്രമാണ് ഖത്തർ. അതിനെ സംശയത്തിന് നിലനിർത്തുന്ന എന്ത് താല്പര്യമാണ് ശ്രീ മോഹൻ വർഗീസ്? മനസ്സിലാവുന്നില്ല. ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള രാഷ്ട്രമാണ് ഖത്തർ. സംശയത്തിന്റെ വിഷയം ഉദിക്കുന്നത് ഇവിടെ സംശയത്തിന്റെ വിഷയം അല്ലെങ്കിൽ ഒരു പോളിസി ഇന്ത്യയുമായി ഞാൻ പറഞ്ഞ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്ന രാഷ്ട്രത്തിലേക്ക് അടുത്ത മാസം പ്രധാനമന്ത്രി പോകാൻ പോവാ. നമ്മുടെ പ്രധാനമന്ത്രി അടുത്ത മാസം പോകാൻ പോവാ. താങ്കൾ പറയുന്നത് തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്ന രാഷ്ട്രമാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോവോ? ആധുനിക ലോകക്രമത്തിൽ ആരും അനഭിമതരല്ല. നാളെ കിം ജോങ് ഉന്നിനെ ഡൽഹിയിലേക്ക് വിളിച്ച് അത്താഴം കൊടുത്താൽ പോലും അതും ലോകരാജ്യങ്ങൾ അംഗീകരിക്കും. ഇവിടെ ആ രീതിയിലുള്ള ആരും അനഭിമതരല്ലോ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകരാജ്യങ്ങളിൽ കാലുകുത്താനാവില്ല, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ അതേ നിമിഷം തന്നെയാണ് അദ്ദേഹത്തെ അലാസ്കയിൽ വിളിച്ച്, അമേരിക്കയുടെ മണ്ണായ അലാസ്കയിൽ വിളിച്ച് അദ്ദേഹവുമായി ഉക്രൈൻ വിഷയം ചർച്ച ചെയ്യാൻ അമേരിക്ക തയ്യാറാവുമ്പോൾ ഇവിടെ ആരും അനഭിമതരല്ല. ഇത് സാധ്യതകളാണ്. ഞാൻ പറഞ്ഞു വന്നത് സാധ്യതകളുടെ ഒരു വലിയ കലവറ തന്നെ ഖത്തർ തുറന്നിട്ടുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യസ്ഥ രാഷ്ട്രം എന്ന നിലയിൽ ഖത്തറിനെ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. സ്വാഭാവികമായി അതുകൊണ്ട് ഈ മധ്യസ്ഥ ശ്രമം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായി വന്നതുകൊണ്ട് ഇപ്പോൾ ഖത്തറിന്റെ മണ്ണ് ആക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ ഇസ്രായേൽ പറയുന്നു, ഞങ്ങൾ ഖത്തറിനെ അല്ല ആക്രമിച്ചത്, താവളങ്ങളെയാണ് ആക്രമിച്ചത്. ഹമാസിന്റെ താവളങ്ങൾ, ഖത്തർ അഭയം നൽകുന്ന ഇടങ്ങൾ, താവളങ്ങൾ, പാർപ്പിടങ്ങൾ അവിടേക്കാണ്. നാളെ ഇന്ത്യയിൽ ഏതെങ്കിലും ഇപ്പൊ നേരത്തെ ശ്രീ ഷാവ് പ്രസാദ് ഹമാസ് പേപ്പട്ടികൾ എന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യ ഇപ്പോഴും ഹമാസിനെ ഒരു തീവ്രവാദ സംഘടന അംഗീകരിച്ചിട്ടില്ല. വേണമെങ്കിൽ ഒരു ഹമാസിന്റെ പ്രവർത്തക നേതാവിന് ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് വരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ നാളെ ഇങ്ങോട്ട് ബോംബിട്ടാൽ താങ്കൾ അതിനെ ന്യായീകരിക്കില്ലല്ലോ. ന്യായീകരണം അങ്ങനെ വേണ്ട. എന്താണ് ശ്രീ അതിൽ ന്യായീകരണത്തിന് സ്കോപ്പിലെന്നാ പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ന്യായീകരണത്തിന് സ്കോപ്പില്ല എന്നാ പറയുന്നത്. കാര്യം നമ്മളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള രാഷ്ട്രമാണ് ഖത്തർ. നമ്മൾ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന രാഷ്ട്രമാണ് ഖത്തർ. ഇന്ത്യയുടെ വലിയ അലിയാണ് ഖത്തർ. ഇനി അമേരിക്കയാണെങ്കിൽ അമേരിക്കയുടെ വലിയ അലിയാണ് ഖത്തർ. ആ ഖത്തർ തീവ്രവാദം ഫണ്ട് ചെയ്യുന്ന രാഷ്ട്രമാണെന്നും അത് മൊത്തം പ്രശ്നമുള്ള രാഷ്ട്രമാണെന്നും പറഞ്ഞു വെക്കല്ലേ മോഹൻ വർഗീസ്? അത് നമ്മളോട് തന്നെ കാണിക്കുന്ന ഉപദ്രവമല്ലേ? ഞങ്ങളിലേക്ക് എത്താം. ജസ്റ്റിനി ഇവിടെ ഇതൊന്നും ഇപ്പൊ മൊസാദ് ഇതിനെ എതിർത്താണെന്ന് പറയുന്നു, ഷിൻബത്ത് ഇതിനെ എതിർത്താണെന്ന് പറയുന്നു, അവിടുത്തെ സൈനിക മേധാവിമാർ ഇതിനെ എതിർത്തു എന്ന് പറയുന്നുണ്ട്. അവിടെ ഇസ്രായേൽ മറ്റൊരു പ്രശ്നം, ഒരു സങ്കീർണാവസ്ഥ ഉള്ളത് എന്താണ്? അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗുരുതരമായ ഒരുപക്ഷെ 1 മുതൽ 8 വരെ വർഷം തടവിൽ പോയേക്കാവുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളിൽ അദ്ദേഹത്തിന്റെ വിചാരണ തുടങ്ങുന്ന ദിവസമാണ്. ദ വെരി സെയിം ഡേ ആണ് ഖത്തറിലേക്ക് ആക്രമിക്കുന്നത്. അപ്പോൾ ആ വിചാരണ നീട്ടിക്കൊണ്ടു പോകണം. യുദ്ധം നീട്ടിക്കൊണ്ടു പോകൽ നെതന്യാഹുവിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് എന്നൊന്നുകൂടി ഉണ്ട്. സ്റ്റെസ്ഡിനി, ഇത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ 7 കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പും ബെഞ്ചമിൻ നെതന്യാഹു ധാരാളം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം അവിടുത്തെ ജഡ്ജസ് വരെ പല വിധിയും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എഗൻസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രോസസ്സായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു യൂണിഫൈഡ് ആയിട്ടൊരു ഗവൺമെൻറ് വന്നു. അവർ ഒരുമിച്ച് നിൽക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. പല മിനിസ്റ്റേഴ്സും റിസൈൻ ചെയ്തിട്ട് പോയി. പലർക്കും ഇതിനകത്തുള്ള എതിർപ്പുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു എതിർപ്പ് കാണും. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അറ്റാക്ക് കൊണ്ട് ഇസ്രായേൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും ഈവൻ ഒരു മിലിറ്ററി മാൻ എന്നുള്ള രീതിയിൽ പോലും എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് ഇങ്ങനത്തെ ഒരു കാര്യം? അതായത്
അവർക്ക് ചെയ്യണമെങ്കിൽ അത് വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പം ഗാസയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ വെച്ചു. പക്ഷേ ഖത്തർ പോലുള്ള രാജ്യത്ത് നിങ്ങൾ പോയി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോകരാജ്യങ്ങളെല്ലാം നിങ്ങളെ എഗൻസ്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത് ഇപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ അമേരിക്ക ഇൻഫോം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് 100% ഷുവർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇനി അമേരിക്ക എന്ത് പറഞ്ഞാലും ശരി. അപ്പോൾ അമേരിക്കയെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അത് ഖത്തറിലേക്ക് പോകും. ഖത്തറിനെ ഇൻഫോം ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം 30 കിലോമീറ്റർ മാത്രമാണ് US എയർബേസ്. അപ്പം ഖത്തറിൽ അറ്റാക്ക് നടക്കുമ്പം ചിലപ്പോൾ തൊട്ട് മുമ്പായിരിക്കും പറഞ്ഞത്. അതായിരിക്കും ചിലപ്പോൾ ആ 2 പേര് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയത് പോലും അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യത പോലും ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവിടെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വല്ലതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടായിരിക്കും അവിടുത്തെ പല മൊസാദിൻ്റെ ആളുകളും അല്ലെങ്കിൽ മിലിറ്ററി ഒഫീഷ്യൽസും ഒക്കെ ചിലപ്പം അത് എതിർത്തത്. അത് എത്രമാത്രം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഈ ന്യൂസിനെ കുറിച്ച് നമുക്കറിയില്ല. ശ്രീ ഹാഷ്മി, എനിക്കൊരു കാര്യം ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. നേരത്തെ ശ്രീ അബ്ദുൽ ബാസിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഭാരതത്തിനാണ് ഇങ്ങനെ ഒരു ട്രേഡ് അഗ്രിമെന്റ് ഇപ്പം പോയി സൈൻ ചെയ്ത്. നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രയേലും പലസ്തീനും നടക്കുന്ന വിഷയം, യെസ്, നമ്മൾ അതിനകത്ത് ഒരു എന്താ പറയുക, നമ്മൾ അതിനകത്തുള്ള കൺസേൺ ഉണ്ട്. നമ്മളെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഇസ്രയേലിൻ്റെ രാജ്യം പലസ്തീനിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യം വേണം എന്നുള്ളതിനകത്ത് നമുക്ക് യാതൊരു കൺസേൺ ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, രാഷ്ട്രഹിതം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എഗ്രിമെന്റ്, ഈ ബയലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി എന്ന് പറയുന്നത് ഇസ്രയേൽ 15 രാജ്യങ്ങളോട് നേരത്തെയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് UAE ആണ്. അപ്പോൾ UAE പോലുള്ള രാജ്യങ്ങൾ ഓൾറെഡി ഇസ്രയേലുമായിട്ട് ഇതൊരു സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചോളം ഏകദേശം $4 ബില്യൺ വരികയാണെങ്കിൽ, അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ, അത്രമാത്രം തൊഴിൽ വരികയാണെങ്കിൽ, അത് നമ്മുടെ ആളുകളെ തന്നെയാണ് ആദ്യം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിനകത്ത് അവിടെ ധാരാളം കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള യുവാക്കൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും. അപ്പം ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരതത്തിൽ വളരെ ക്ലിയർ ആണ്, ഭാരതത്തിലുള്ള ഹിന്ദുക്കളാണ് ആദ്യം ഫസ്റ്റ്, നേപ്പാളിലുള്ള ഹിന്ദുക്കളല്ല. ഭാരതത്തിലുള്ള മുസ്ലിംസ് ആണ് ആദ്യം ഫസ്റ്റ്, പലസ്തീനിലുള്ള മുസ്ലിം അല്ല. ഭാരതത്തിലുള്ള ക്രിസ്ത്യൻസ് ആണ് ഫസ്റ്റ്, US-ലെയോ UK-യിലുള്ള ക്രിസ്ത്യൻസ് അല്ല. അപ്പം നമ്മളെ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുക. അതിൻ്റെ ഒറ്റ ഒരു ഇൻട്രസ്റ്റ് വെച്ച് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തേക്കുള്ള എഗ്രിമെന്റ് പോകുന്നത്. അതിപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വരെ അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മളെ രാഷ്ട്രഹിതത്തിന് വേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള സ്റ്റാൻഡും എടുക്കും, അത് വിട്ടിട്ടൊരു കളി നമ്മൾ കളിക്കുന്നത്. അത് മാത്രമാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അല്ലാതെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ വരാം, നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സൈൻ ചെയ്തു, നമുക്ക് വിട്ടു നിന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് പല നഷ്ടങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതത് രാജ്യത്തിന് താല്പര്യം മാത്രമാണ് എന്നുള്ളത് അമേരിക്ക നമ്മളെ വളരെ ഭംഗിയെ പ്രൂവ് ചെയ്തതാണ്. ശ്രീ ഷാവ് പ്രസാദ്, അമേരിക്ക അത് വളരെ ഭംഗിയെ പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈ ഫ്രണ്ടാണെന്ന് ആവർത്തിച്ച് പറയുകയും ഇന്ത്യക്കിട്ട് മാരകമായി പണിയുകയും പാകിസ്ഥാന്റെ പട്ടാള മേധാവി ജനറൽ അസീം മുനീറിന് പച്ചപ്പരവധാനം വിധിക്കുകയും അവിടുത്തെ പ്രധാനമന്ത്രി മൈ ഫ്രണ്ടാണ് എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്ത അമേരിക്കയുടെ ഈ തരാതരം അവസരവാദം, ഞാൻ അവസരവാദം പറയുന്നില്ല, കാര്യം ഓരോ രാഷ്ട്രത്തിനും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം തന്നെയാണ് പ്രധാനം. ഇനി നമ്മൾ പ്രധാനമന്ത്രി പോയി അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ചാലും ഇല്ലെങ്കിലും ട്രംപ് അങ്ങനെ പെരുമാറും, അക്കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അങ്ങനെ പെരുമാറുന്ന ട്രംപ് ഈ പറയുന്ന എന്താണ് ഇസ്രായേലിൻ്റെ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് കരുതണോ? ഇപ്പം തള്ളിപ്പറയുന്ന ആത്മാർത്ഥമൊന്നും കരുതണോ? ഇല്ല, ഇത് അമേരിക്ക അറിയാതെ ചെയ്യാൻ കഴിയില്ല ഹാഷ്മി. അമേരിക്കയും ഖത്തറും ഈ രാജ്യങ്ങളൊന്നും ഞാനതല്ലേ ചോദിച്ചത്. ഇത്രയും രാജ്യങ്ങളുടെ എയർ സ്പേസ് ഇവർ ഇത്ര ഫ്രീ ആയിട്ട് തുറന്നിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ചു. ആ ഫൈറ്ററുകൾക്ക് നേരെ ഒരു കല്ല് പോലും ചെന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇവരുടെയൊക്കെ നല്ല ഫുൾ പ്രൂഫായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമുള്ള രാജ്യമാണ് സൗദി അറേബ്യയൊക്കെ. ഈ രാജ്യങ്ങളല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് വെറുതെ ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ? ഇവരുടെ റഡാറുകളിൽ ഇത് കണ്ടില്ലേ? ഇവരുടെ ഇത്രയും ദൂരം 10,2500 കിലോമീറ്റർ ഇത്രയും വന്നിട്ട് കൂളായിട്ട് തിരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണത് ഇന്ന് മനസ്സിലാക്കേണ്ടത്? വളരെ സിമ്പിൾ. ഇപ്പോൾ അതുപോലെ ഹാഷ്മി പറഞ്ഞു, എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ താല്പര്യമാണ് പ്രധാനം. ഞാൻ ഇപ്പം ഹാഷ്മി ഇടപെടരുത്. ഇസ്രയേലിനെ സംബന്ധിച്ചുള്ള അവരുടെ കൺസേൺ എന്താണ്? ഒരു രാജ്യമായി നിലനിൽക്കാനുള്ള അവരുടെ അവകാശമാണത്. ഇങ്ങനെ ഒരു രാജ്യത്തിനെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കിയേ ഞങ്ങൾ അടങ്ങൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവർ ചെയ്യാവുന്ന അങ്ങനെയുള്ള ഒരു സംഘടനയെ അവർ എല്ലാ അർത്ഥത്തിലും എതിർക്കും. നിലനിൽപ്പ് പ്രശ്നമാകുമ്പോൾ ഹാഷ്മി, നിലനിൽപ്പ് പ്രശ്നമാകുമ്പോൾ അവിടെ അന്താരാഷ്ട്ര മര്യാദകളുമില്ല, മനുഷ്യത്വവുമില്ല, മാനവികതയും ഒന്നുമില്ല. അത് ഏതൊരു ജീവിയുടെയും അടിസ്ഥാന സ്വഭാവമാണത്. ഈ പാലസ്തീൻ ജനതയെ, ഗാസയിലെ സാധാരണ ജനങ്ങളെ, ഈ അവരെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെയും മുന്നിൽ നിർത്തി താങ്കൾ പിന്നെ പഴയ കാലത്തിലേക്ക് പോകണം ഷാബ് സാർ.
താങ്കൾ പഴയ നമ്മൾ ഒരുപാട് കാര്യമല്ല, ചർച്ച ചെയ്തതാണ്. നടക്കുന്ന കാര്യമാണ് ഞാൻ അല്ല എൻ്റെ ചോദ്യം ഇപ്പൊ പറയുന്നത്. താങ്കൾ പറയുന്ന പോലെ ഇടപെടുന്നത്. ഞാൻ പിന്നെയും ആവർത്തിക്കുകയാണ്, ഇത് മുഴുവൻ ഞാൻ പറയും ഇത് മുഴുവൻ ഒരു പ്ലാൻഡ് സംഭവമാണെങ്കിൽ, ഇത് മുഴുവൻ എല്ലാ രാഷ്ട്രങ്ങളും അറിഞ്ഞതാണെങ്കിൽ, ഇനി ഖത്തർ കൂടി അറിഞ്ഞതാണെങ്കിൽ, ഇസ്രായേലിന് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റണ്ടേ? ഇപ്പൊ ഖാലിദ് അൽ ഹയ്യ അല്ല ഖലീൽ അൽ ഹയ്യ എന്നുള്ള ഈ പറഞ്ഞ ഹമാസ് ടോപ്പ് ചീഫിനെയാണ് ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ പറയുന്നു. ഖാലിദ് മിഷേൽ, സാഹിർ ജബ്രീൻ എന്ന് പറയുന്ന ഈ പറയുന്ന ഒരൊറ്റ ലക്ഷ്യവും പൂർത്തീകരിക്കാൻ ഇസ്രായേലിന് അവിടെ കഴിഞ്ഞില്ല. ഇസ്രായേലിന്റെ ഈ പറയുന്ന കടന്ന കൈ അതൊരു ഫെയിൽഡ് അറ്റംപ്റ്റ് ആണ് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റോയിട്ടറും ഒക്കെ പറയുകയാണ്, ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പറയുകയാണ്. അത് പ്ലാൻഡ് അറ്റാക്ക് ആയിരുന്നുവെങ്കിൽ അവർക്ക് അവരുടെ പ്രിസിഷൻ അറ്റാക്കിൽ പേര് കേട്ട ഇസ്രായേലിന് അത് സാധിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ലേ ശ്രീ ഷാ പ്രസാദ്? നിൽക്കൂ പറയുന്നത് കേൾക്കൂ. അതായത് ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈനികൻ കേണൽ ഡിന്നി ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ സൈനിക ഓപ്പറേഷനും ചിലപ്പോൾ 100% സക്സസ് ആയി എന്ന് വരില്ല. അല്ല, ഡിന്നിക്ക് മനസ്സിലായിട്ടില്ല. ആവില്ല. അതൊക്കെ അല്ല, ഡിന്നിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ്, എന്താണ് അവരുടെ സൈനിക ലക്ഷ്യം എന്ന് മനസ്സിലായിട്ടില്ല. നിൽക്ക് ഇതിൻ്റെ അകത്തൂടെ ലോകത്തിന് ലഭിക്കുന്ന കൃത്യമായ ഒരു സന്ദേശമുണ്ട്. പ്രത്യേകിച്ച് ഹമാസിന് ഇപ്പോൾ സേഫ് ഹെവൻസ് ഇല്ല. അവർ ഖത്തറിൽ ഏറ്റവും സേഫ് ആയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് വലിയ ആർഭാട ജീവിതം നയിച്ചുകൊണ്ടാണ് ആ ഗാസയിലെ പാവം ജനങ്ങളെ ഇവർ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നത്. ഈ ഹമാസിൻ്റെ എല്ലാ നേതാക്കന്മാരും അരിസ്റ്റോക്രാറ്റിക് ആയിട്ട് ആർഭാടമായിട്ടാണ് ജീവിച്ചിരുന്നത്. ആ സെക്യൂരിറ്റി, ആ ആർഭാടം ഇനിയില്ല. ഇനിയും എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖത്തറും ഈ ഹമാസിനെ അടിച്ചവിടുന്ന് പുറത്താക്കും. ഇത് എന്നും പണ്ട് PLO ആയിരുന്ന സമയത്ത് ഒരൊറ്റ GCC കൺട്രീസ് അവരെ അടുപ്പിച്ചിട്ടില്ല. അവർക്ക് താവളം ഒറ്റ പ്രാവശ്യം മാത്രം ജോർദാൻ അത് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ അവർക്ക് തന്നെ സൈനിക നടപടിയിലൂടെ PLO ഈ സംഘം അവിടെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സംഘം ഈ ചർച്ചകൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ സംഘം ചർച്ച തുടങ്ങുന്ന അമേരിക്കയുടെ വെടിനിർത്തൽ കരാറാണ്. അമേരിക്ക മുന്നോട്ട് ഒരു നിർദ്ദേശമാണ്. അത് ഞങ്ങൾ പോസിറ്റീവായി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് തൊട്ടുമുമ്പ് ഹമാസിന്റെ പ്രതികരണം. അങ്ങനെ അമേരിക്ക പറഞ്ഞ് ഇസ്രായേലോട് വിളിച്ചു വരുത്തി ബോംബിടുക എന്ന് പറയുന്നത് മര്യാദയോടല്ലേ സുഷാബ്? അമേരിക്കയും ഖത്തറും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഹമാസിന് വേണ്ടി ഒരുക്കിയ ഒരു ട്രാപ്പായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ ട്രാപ്പിൽ പെടണ്ടേ? അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സേഫ് ആയിട്ട് അവർക്ക് അവിടെ കൊണ്ടുവന്ന് ഈ ബോംബ് ഇട്ടിട്ട് തിരിച്ചു പോകാൻ കഴിയില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ആ ട്രാപ്പിൽ ഈ 4 പേർ കൊല്ലപ്പെടണ്ടേ ഷാബു? ഇത് ഒരാളുടെ മകനാണ് കൊല്ലപ്പെട്ടത്. സാധാരണക്കാരെ ഒരു സെക്യൂരിറ്റി ഓഫീസറും ഖത്തറിന്റെ ഒരു സൈനികനോ കൊല്ലപ്പെട്ടത്. എല്ലാ ഓപ്പറേഷൻസും 4ഉം 3ഉം കൂട്ടിയാൽ 7 എന്നുള്ള കൃത്യതയോടെ ഒന്നും ചിലപ്പോൾ നടന്നു വരില്ല. പല അറ്റംപ്റ്റ് നടത്തിയതിനു ശേഷമായിരിക്കും ഒരു ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടി വരിക. അതൊക്കെ ഉണ്ടാകും. നടപടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ശരി, എന്തായാലും ആ സൈനിക നടപടി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ. പറയുന്ന മാതിരി അല്ലാതെ ശരി, കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ. ശ്രീ ബാസിൽ ഇവിടെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഷാബു പ്രസാദ് പറയുന്നത് പോലെ അങ്ങനെ ഖത്തറിന്റെ ഒരു ഖത്തർ ഈ പറയുന്നവർക്കൊക്കെ അവിടെ സേഫ് ഹാവൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒളിവിടങ്ങൾ ഉണ്ടാക്കുന്നു. അൽ ഖ്വയ്ദയ്ക്കും ഹമാസിനും താലിബാനൊക്കെ താലിബാൻ നമ്മളായിട്ട് നല്ല ബന്ധമാണ് കേട്ടോ. അപ്പോൾ താലിബാൻ പറയാൻ കഴിയുമെന്ന് അറിയില്ല. ഒളിവിടം ഉണ്ടാക്കുന്നു. അതിൻ്റെ മറവിൽ കൂടി ഖത്തർ എന്തൊക്കെയോ നേട്ടങ്ങൾ കൊയ്യുന്നു. ആ നേട്ടങ്ങൾ കൊയ്യുന്നത് അറിയാതെ നമ്മുടെ രാഷ്ട്രം അടക്കം പോയി ഖത്തറിലോട്ട് പോയി ഈ പറഞ്ഞ അലി ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഖത്തറിനുണ്ടോ? അതും ഖത്തറിലേക്കുള്ള ആക്രമണത്തിന് ന്യായീകരണമായി പറയാൻ പറ്റുമോ ഷബ്ദുള്ള വാസിൽ? അല്ല, എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അവരുടെ പലതരത്തിൽ നയതന്ത്രപരമായിട്ട് അവർ ഗെയിന് വേണ്ടി തന്നെയാണ് ശ്രമിക്കുക. പക്ഷേ ഈ ഒരു ഇസ്രായേൽ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ മെൻറ്റാലിറ്റിയിൽ ഒരിക്കലും ഈ മീഡിയേഷൻ, ചർച്ചകളിലൂടെയുള്ള പരിഹാരം അതിനൊന്നും ഒരു സ്കോപ്പും ഇല്ല. അത് നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ നിലക്കുള്ള ചർച്ചകൾ അതുവഴിയുള്ള പ്രശ്ന പരിഹാരങ്ങൾ എന്നുള്ളതിന് അവർക്ക് യാതൊരു വിലയും അതിന് കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യ ഇസ്രായേലുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും പാടില്ല, ആ രൂപത്തിലൊന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരിക്കലും പ്രാക്ടിക്കലായ ഒരു കാര്യമല്ല. മറിച്ച് ഞാൻ പറഞ്ഞത് ഇസ്രായേലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഈ വംശഹത്യ കണ്ടുകൊണ്ട് നിങ്ങളിത് നിർത്തിയില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളോടുള്ള അഗ്രിമെന്റുകളിൽ നിന്ന് പിന്മാറും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞതിൻ്റെ ആ ഒരു സമയത്തിൻ്റെ ഒരു നൈതികതയാണ് ഞാൻ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഇപ്പം UAE കുറിച്ച് പറഞ്ഞു. UAE പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യാനുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കായിരുന്നു. UAEയുടെ ഈ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഹോൾട്ടായി നിൽക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഒരു വംശഹത്യ നമ്മുടെ കൺമുന്നിൽ ലൈവായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തടയാൻ ഒരു പിന്നെ പാരമ്പര്യമുള്ള ഒരു രാജ്യം എന്നുള്ള നിലക്ക് നമുക്ക് കഴിയുമായിരുന്നു. ഈ സമയത്ത് തന്നെ അത്തരം ഒരു അഗ്രിമെന്റിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഒരു തരത്തിലുള്ള ബന്ധം പാടില്ല എന്ന രൂപത്തിൽ ഇവിടെ മാസങ്ങൾക്ക് മുൻപ് SOC എന്ന് പറയുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, റഷ്യ
എന്ന സംഘത്തിൽ അപലപിക്കാൻ തയ്യാറായിരുന്നില്ല രാജ്യം. ഏതാണ്? ഇസ്രായേൽ ഇറാൻ നടത്തിയ അക്രമത്തിൽ. ചൈനയുമായി റഷ്യയുമായി നമ്മൾ അപലപിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ, എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇറാൻ നടത്തിയ അറ്റാക്കിനെ. പക്ഷം മാറുമ്പോൾ ഇതൊക്കെ മാറും. അബ്ദുള്ള ബാസിൽ അതിൽ ഒരു സ്ഥായി ഭാവമില്ല. അതെ അതെ ഇല്ലില്ല, തീർച്ചയായും ഇല്ല. പക്ഷേ ഞാൻ ഈ സമയത്തിൻ്റെ നൈതികതയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞതിലൊക്കെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഭീകരവാദികൾ നമ്മൾ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ ഭാഷയെ അതേപടി കടമെടുത്തുകൊണ്ട് ആരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പേപ്പട്ടികൾ എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ, ചില സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് നിരപരാധികൾ വധിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിലക്കും അതിനെ ന്യായീകരിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. പക്ഷേ നമ്മൾ ആരെക്കുറിച്ചാണ്? 1200-ൽ 800ഓളം ആളുകൾ പട്ടാളക്കാരാണ്, ബാക്കി 400ഓളം ആളുകളെ നിരപരാധികളെ കൊന്നത് തെറ്റാണ്. ഒക്ടോബർ 7-ന് കൊന്നത് തെറ്റാണ്. എന്നാൽ അതേ സമയത്ത് മറുഭാഗത്ത് എന്താ ഉള്ളത്? ഇവിടെ 400 ആണെങ്കിൽ അവിടെ 60,000-ആണ്. അതിലൊരു 10,000 ഹമാസിനെ മാറ്റി നിർത്തിയാൽ പോലും 50,000 ആളുകളെ കൊന്നത്. പിന്നെ അപ്പോൾ അവർ ഇസ്രായേലിനെ നമ്മൾ എത്രത്തോളം പേപ്പട്ടികൾ എന്ന് വിളിക്കേണ്ടത്, എത്രത്തോളം പേയ് ഇളകിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പേപ്പട്ടി രാജ്യം എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ മറുഭാഗത്ത് പറയാമെങ്കിൽ ഇപ്പുറത്ത് അതിൻ്റെ 100 ഇരട്ടി ശക്തിയിൽ നമുക്കത് പറയാൻ സാധിക്കും. ആ രാജ്യത്തിനെ ന്യായീകരിക്കാൻ, ഇപ്പോൾ നമുക്ക് നയതന്ത്ര ബന്ധങ്ങൾ എന്നുള്ളതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു, പക്ഷേ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാൻ എന്ത് ധാർമ്മികതയാണ്, എന്ത് നൈതികതയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിവിടെ സേഫ് ഹെവൻ ആക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ചുറ്റുപാടും വളഞ്ഞുകൊണ്ട് എയർ സ്പേസും അതുപോലെ തന്നെ വാട്ടും എല്ലാ നിലക്കും വളഞ്ഞ് അവരെ ഓപ്പൺ എയർ പ്രിസൺ എന്ന് നമ്മളാരും വിളിച്ചതല്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ ഒരു ഓപ്പൺ എയർ പ്രസൻ ഉണ്ടാക്കുക, എന്നിട്ട് അവരിൽപ്പെട്ട കുറച്ച് ആൾക്കാർ നയതന്ത്ര ചർച്ചകൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുമ്പോൾ അവിടെ സേഫ് ഹെവൻ ആക്കുകയാണ്, അവിടെ അവർ ആർമാദിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളമാണ് ആ ജനങ്ങൾക്ക്, ആ ഫലസ്തീനിലുള്ള ജനങ്ങളെ നമ്മൾ മനുഷ്യരായി കാണുന്നുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ പേപ്പട്ടി രാജ്യം അതെങ്ങനെ ഉണ്ടായി? ഇന്നുള്ള ഈ ലിക്വിഡ് പാർട്ടി, ഇന്ന് അവിടെ ലിക്വിഡ് പാർട്ടി ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് അധികം പോകുന്ന സമയമില്ല, അതുകൊണ്ടാണ് ചരിത്രം ചർച്ച ചെയ്യാൻ ഒരുപാട് ഞാൻ അങ്ങനെയൊക്കെ തമ്പാസിൽ. സിമോൻ വർഗീസ്, ഇവിടെ ഈ പറയുന്ന ആദ്യഘട്ടത്തിൻ്റെ അബ്ദുള്ള ബാസിൽ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഒക്ടോബർ 7 സ്റ്റാൻഡ് ലോൺ സംഭവമല്ല. അതിനു മുമ്പ് ഇസ്രായേൽ അതിക്രമങ്ങളുടെ നീണ്ട നിര അവിടെയുണ്ട്, അങ്ങോട്ടുകൂടി ഏറ്റുമുട്ടലുകളുടെ നീണ്ട നിര അവിടെ കിടപ്പുണ്ട്. ഒക്ടോബർ 7 സംഭവിക്കുന്നു. അന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ നമ്മളെല്ലാം അപലപിച്ചതാണ്. അതിനുശേഷം ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിനൊപ്പം നിന്നാണ് ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഏതാണെന്നേ നോക്കൂ. യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഈ സ്മോട്രിച്ചിനെയും നമ്മുടെ രാജ്യത്ത് വന്നുപോയ സ്മോട്രിച്ചിനെയും ബെൻഗവറിനെയും ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊന്നും കടത്തിപ്പോരുത് എന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ ചീഫ് പറയുന്നത്. ട്രേഡ് നിർത്തണമെന്ന് പറയുന്നുണ്ട്. ഫ്രാൻസിന് നിലപാട് മാറി. കാനഡയും UK ഒരു പരിധിവരെ നിലപാട് മാറാൻ നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ സൗഹൃദ രാഷ്ട്രം എന്ന് കരുതി കൂടെ വന്ന രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തി. അപ്പോൾ അമേരിക്ക പോലും എത്ര തള്ളിപ്പറഞ്ഞു, പക്ഷേ അമേരിക്ക ഒരു പരിധി തള്ളി പറയാൻ കഴിയുകയില്ല. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന മറ്റൊരു രാഷ്ട്രത്ത് കയറി അവരുടെ പരമാധികാരത്തിൽ കയറി നടത്തുന്ന അതിക്രമം. കൂടുതൽ ഒറ്റപ്പെടാനും കൂടുതൽ വെറുക്കപ്പെടാനും അല്ല ഇസ്രായേലിനത് സഹായകരമായിട്ടുള്ളൂ. ഇന്നലത്തെ ആക്രമണം അത് തന്ത്രപരമായി ഇസ്രായേലിന് കിട്ടിയ തിരിച്ചടിയല്ലേ ശ്രീ മോഹൻ വർഗീസ്? ഇന്നലത്തെ ആക്രമണം ആരും ന്യായീകരിക്കില്ല. മറ്റൊരു രാജ്യത്തിൻ്റെ മണ്ണിൽ കയറി ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ന്യായീകരിക്കുക എൻ്റെ ഉദ്ദേശമല്ല, ആരുടെയും ഉദ്ദേശമല്ല. ഇവിടെ ന്യായീകരണമല്ല വിഷയം. ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തീർച്ചയായും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ സഹായത്തിൽ ആണ് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. മറ്റേതെല്ലാം രാജ്യം, യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും രാജ്യം, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞാലും ശരി, അമേരിക്ക എന്ന വലിയേട്ടൻ്റെ സഹായം ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ എപ്പോഴും നടത്തുന്ന ആക്രമണങ്ങൾക്ക് പോസ്റ്റ് ഫാക്ടോ സാങ്ഷൻ മതിയാവും. ഇപ്പോൾ പറയുന്നു, ഇസ്രായേൽ പറയുന്നു അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്, അമേരിക്ക അത് ഖത്തറിനെ അറിയിച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം? ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അമേരിക്ക ഓൺ ചെയ്തിരിക്കും. ഓൺ ചെയ്യുന്നു എന്ന് പറയാതെ തന്നെ ആത്യന്തികമായി അത് ഓൺ ചെയ്തിരിക്കും. അത് അമേരിക്കയുടെ പോളിസിയാണ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ആണ്. ഇതിന് പിന്നിലെ നീതിശാസ്ത്രമോ ഇതിന് പിന്നിലെ ന്യായമോ അല്ല ഇവിടെ വിഷയം. ഇവിടെ സംഭവത്തെ നമ്മൾ നിഷ്പക്ഷമായി വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രം എന്താണ്? ഒരു പരമാധികാര രാജ്യം മറ്റൊരു പരമാധികാര രാജ്യത്തിൻ്റെ ടെറിട്ടറി ആക്രമിച്ചിരിക്കുന്നു. അത് ഹമാസിന് താവളമായിരിക്കാം, ഹമാസിന് സുരക്ഷിത താവളം ഒരുക്കിയിരിക്കാം. അതെല്ലാമാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഹാഷ്മി പറയുന്നത് ഈ ഖത്തർ എടുത്ത നിലപാടിനെ വിമർശിക്കുന്നു എന്ന്. അങ്ങനെയല്ല, ഖത്തറിന് നിലപാടെടുക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യക്ക് ഒരേ സമയം റഷ്യയുമായും അമേരിക്കയുമായും സംസാരിക്കാനും ക്വാഡിൽ പങ്കെടുക്കുന്ന ഇന്ത്യക്ക് അതേപോലെ തന്നെ ബ്രിക്സിലും SCOയിലും പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അല്ലേ? I2U2-ൽ സഖ്യകക്ഷിയാണ് ഇന്ത്യ എന്ന് ഓർക്കണം. അതേപോലെ തന്നെ ബ്രിക്സിലും അംഗരാജ്യമാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് നിലപാടുകൾ എടുക്കാനുള്ള അവകാശമാണ്. ആ സെൻസിൽ ഖത്തറിന്
ഒരു നിഷ്പക്ഷ നിലപാട്, അല്ലെങ്കിൽ ഖത്തർ പറയുന്ന രീതിയിലുള്ള ഒരു നിഷ്പക്ഷ നിലപാട്, ആ നിലപാട് ഇസ്രയേലിനെ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ ദേശീയ താല്പര്യം ഖത്തർ എന്ന മധ്യസ്ഥൻ, ഖത്തർ എന്ന സമാധാന ദൂതൻ, ഖത്തർ എന്ന ഹംസം ഇനി വേണ്ട. അതുകൊണ്ട് ആ ഒരു സമാധാന ദൗത്യം അവിടെ അവസാനിപ്പിക്കണം എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു സ്ട്രാറ്റജി, അത് സ്ട്രാറ്റജിയാണ്. തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് ഒരു പക്ഷേ നിരന്തരമായ ആക്രമണം, നിരന്തരമായ യുദ്ധം, നിരന്തരമായ സംഘർഷം ഉണ്ടാവണം. ഒരു പരിധിവരെ നിരന്തരമായ സംഘർഷം ഉണ്ടാകേണ്ടത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെയും ആഗ്രഹമാണ്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നു താൻ സമാധാനത്തിൻ്റെ ദൂതനാണ്, സമാധാനത്തിന് നോബൽ സമ്മാനം ഇങ്ങ് തരൂ, ഞാൻ വാങ്ങിച്ചു കൊള്ളാം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ താൻ തുടങ്ങി വെച്ച സമാധാന ശ്രമങ്ങളെക്കാൾ കൂടുതൽ താൻ കാരണമുണ്ടാകുന്ന യുദ്ധങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിനും കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു തരം അമ്മനും തൊമ്മനും കളിയാണ്, കൊല്ലനും കൊല്ലത്തെയും കളിയാണ്. ഇവിടെ ആരൊക്കെയോ മറഞ്ഞിരുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നു. എല്ലാ ആക്രമണവും ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ നടത്തിയ ഇറാന് നേരെ, ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം സ്റ്റേജ് മാനേജ്ഡ് അല്ലായിരുന്നോ? ആണവ ഫിസൈൽ മെറ്റീരിയൽ യുറേനിയം 235 നീക്കാൻ, സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കിക്കൊള്ളാൻ അനുവാദം കൊടുത്തതിന് ശേഷം നാടകീയമായി ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട്, B2 ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഇറാൻ അതിന് പ്രതികാരം എന്ന നിലയിൽ അമേരിക്കൻ എയർബേസ് ഇൻ അൽ ഉദൈദ് ഇൻ ഖത്തർ, ദോഹയുടെ അടുത്തുള്ള അമേരിക്കൻ എയർബേസ് ആക്രമിച്ചിരിക്കുന്നു. അതും ഖത്തറിനെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ മൂന്നാം ഓഴത്തിൽ ഇസ്രയേൽ ഇത് അമേരിക്കയെ അറിയിച്ചുകൊണ്ട് ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നു, ഹമാസിന്റെ ബേസിനെ ആക്രമിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം കാണുന്ന ഒരു പൊതുപ്രവണതയുണ്ട്. ഇതൊരു തരം ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനോ, ആരെയൊക്കെയോ ബോധിപ്പിക്കാനോ, സ്വന്തം ജനതയെ ബോധിപ്പിക്കാനോ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജനതയെ ബോധിപ്പിക്കണം, അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെ ബോധിപ്പിക്കണം. ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജനതയെ ബോധിപ്പിക്കണം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ഈ വിഷയത്തിൽ എവിടെയാണ് കാര്യം? ഒരുപക്ഷെ ജയിലിനകത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരുന്നേ മതിയാവുകയുള്ളൂ. ഈ നരഹത്യകൾ ആവർത്തിച്ച് നെതന്യാഹുവിന് വ്യക്തിപരമായി മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേലിനകത്ത് പോലും ഉണ്ടാകുന്ന വലിയ രോഷങ്ങളെ മറികടന്നുകൊണ്ട് അവിടെയുള്ള ബന്ധുക്കളുടെ ജീവൻ പോലും വേണമെങ്കിൽ ഇല്ലാതായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ. ഞാൻ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. CSTV നമ്മൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം തുടങ്ങുന്ന ആദ്യ 1-2 വർഷം മുമ്പാണ്. ആദ്യഘട്ടങ്ങളിൽ പറയുമ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു, ഈ മിലിറ്ററി ടാർഗറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ ടാർഗറ്റ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഇപ്പോഴും അച്ചീവ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഗസ എന്ന് പറയുന്ന ഈ പറയുന്ന ആ ചെറിയ കീറിലേക്ക് ഒരുപക്ഷേ അത്രത്തോളം ചെറിയ കാലയളവിൽ ഒരു യുദ്ധത്തിലും ഇടാത്ത തരത്തിലുള്ള മാരക ബോംബുകൾ ഇട്ടിട്ടും ആ നാട് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെ പട്ടിണിട്ട് ഇട്ട് കൊല്ലലും, ഈ പറയുന്ന പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലലും ഏത് രാഷ്ട്രത്തോടും ശക്തിയില്ലാത്ത ഏത് രാഷ്ട്രം ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ ഹമാസ് ഇപ്പോഴും അവിടെയുണ്ട്. ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പോലെ ഈ പറയുന്ന ദോഹയിലുള്ള ഹമാസിൻ്റെ പോൾ ബ്യൂറോ അംഗങ്ങളെ മൊത്തം വധിച്ചാൽ അത് യുദ്ധത്തിൻ്റെ ഒരു ടാർഗറ്റായി കണക്കാക്കി താങ്കൾ തന്നെ പറഞ്ഞതുപോലെ എസ്കലേറ്റ് നടത്തി ഡി എസ്കലേഷനിലേക്ക് പോവുക എന്ന ഉദ്ദേശം ഒരുപക്ഷെ ഇസ്രായേൽ ഉണ്ടായിരുന്നിരിക്കുമോ അമേരിക്കൻ താല്പര്യപ്രകാരം? CSTV. അങ്ങനെ നമുക്ക് കരുതാൻ ധാരാളം കാരണങ്ങളുണ്ട് ശ്രീ ഹാഷ്മി. കാരണം എങ്ങനെയെങ്കിലും ഒരു യുദ്ധ അവസാനത്തിലേക്ക് വരണം. ആ യുദ്ധം അവസാനത്തിലേക്ക് വരുമ്പം ഞാൻ ജയിച്ചു എന്ന് നാട്ടുകാരടുത്തും ലോകത്തടുത്തും പറയണമെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഉള്ളൊരു ശ്രമം കൂടി ആവാം ഇത്. പക്ഷേ അതിൻ്റെ എനിക്ക് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനും ശ്രീ ഹാഷ്മിയുടെ ഷോയിൽ തന്നെയാണ് നമ്മളിരുന്ന് സംസാരിച്ചത് അന്ന് ഈ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത്. അതായത് ഇതിനൊരു മിലിറ്ററി സൊല്യൂഷൻ ഇല്ല എന്നുള്ളത്. ഗാസയിലേക്ക് ഇസ്രേലി ഫോഴ്സസ് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു അവിടെ ഒരു ഒബ്ജക്റ്റീവ്സ് നേടാൻ സാധിക്കില്ല. കാരണം ഹമാസ് എന്ന് പറയുന്നത് ഒരു ആശയമാണ്, ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി നമുക്ക് മിലിറ്ററിയിലൂടെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്നും പറഞ്ഞു നമ്മൾ ഇപ്പോഴും ആ യുദ്ധം തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിനെ ഫോഴ്സ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ ആളുകൾ അടുത്ത തലമുറ വീണ്ടും വരികയാണ്, വീണ്ടും അതേ രീതിയിൽ തോക്ക് കൊടുത്ത് വീണ്ടും ഹ്യൂമൻ ബോംബ്സും ഒക്കെ ആയി മാറാനുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന് ഒരു പരിധിക്ക് അപ്പുറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും. അവിടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചു, അവിടെ നിർത്തി. അത് നിർത്തിയോണ്ട് ആ എഫക്റ്റ് കാണും. പക്ഷെ നമ്മൾ അതുപോലെ അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കാണത്തില്ല. അതേ രീതിയിലാണ് ഇസ്രായേൽ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് അന്ന് നമ്മൾ പറഞ്ഞതാണ്, ഇങ്ങനെ ഗാസയിലേക്ക് പോയി ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ആ ഒരു റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ ഇനി ഇവിടുത്തെ ടോപ്പ് ലീഡർഷിപ്പ് മാറ്റി തന്നെ വിചാരിക്കുക, ഹമാസ് വേറൊരു പേരിൽ അവിടെ വീണ്ടും വരും. അപ്പോൾ അതൊരു സൊല്യൂഷൻ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഇങ്ങനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ഒരു ഹോപ്പ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വാശിയാണ്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് ഒരു നാണക്കേടാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ. അപ്പം ഈ ഒരു ആക്ഷനിലൂടെ
ഒരു സമാധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിശയപ്പെടേണ്ട എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഷാവ് പ്രസാദ്, ആദ്യം ചോദിച്ച ചോദ്യത്തിന് തുടർച്ചയിൽ ഒട്ടുമിക്ക ഇസ്രായേലിനൊപ്പം നിന്ന് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനൊക്കെ ഉർസുല വോൺ എന്നൊക്കെ പറയുന്ന ആൾ കടുത്ത നെതന്യാഹു പക്ഷപാതം എന്നറിയപ്പെട്ടിരുന്ന ആളാണ്. നേരെ തിരിയാണ് എന്ന് പറഞ്ഞാൽ ഇനി ഇസ്രായേലിന് ഒരു നിലപാട് നിൽക്കാൻ കഴിയില്ല എന്നാണ് ട്രേഡ് നിർത്തണം, ഉപരോധം പ്രഖ്യാപിക്കണമെന്ന പ്രഖ്യാപനത്തിലേക്ക് അവർ എത്തുന്നത്. ലോകരാഷ്ട്രങ്ങളൊക്കെ തിരിയുന്നുണ്ട്. അമേരിക്ക മാത്രമാണ് ഇപ്പോഴും കാര്യം, അവരങ്ങോട്ടും ഇങ്ങോട്ടും അത്തരത്തിൽ നിൽക്കുന്നവരാണല്ലോ. ഷാവ് പ്രസാദ്, ഇവിടെ ഇതൊരു മതപ്രശ്നമാണ് തെറ്റിദ്ധരിച്ച മുസ്ലിം വിരുദ്ധരായ കുറച്ച് അങ്ങേയറ്റം മതവെറി ഭക്ഷിച്ച് മതവെറിയിൽ ജീവിക്കുന്ന കുറച്ച് ന്യൂനപക്ഷം ഇപ്പോൾ ഗോഗ വിളിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ഇസ്രായേലിനെതിരാവുകയല്ലേ? ഈ യുദ്ധം ഇനി കൊണ്ടുപോകാൻ ഇസ്രായേലിന് കഴിയുമോ ഷാവ് പ്രസാദ്? ഹാഷ്മി, ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്ത് ആരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, ആരൊക്കെ അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നു, ആരൊക്കെ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ ആരൊക്കെ എതിർക്കുന്നു എന്നത് അവരുടെ വിഷയമല്ല. അവരുടെ മുമ്പിലുള്ള പ്രശ്നം അവരുടെ നിലനിൽപ്പാണ്. അവരെ മുടിച്ചു കളയും എന്ന് പറയുന്ന ശത്രുക്കളുടെ നടുവിൽ അവർക്ക് നിലനിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ നേരെയുള്ള വെല്ലുവിളികളെ റൂത്ത്ലെസ്സായി അവർ കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ അവരുടെ ഒപ്പം ആരുണ്ട്, അവരെ ആര് എതിർക്കുന്നു, ആര് മുമ്പോട്ട് പോകുന്നു, ഇതൊന്നും അവരുടെ വിഷയമല്ല. പിന്നെ അമേരിക്കയ്ക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒന്നും ഇസ്രായേലിനെ അധികം പിണക്കാൻ കഴിയില്ല. കാരണം ഇവിടെ എല്ലാം അതിശക്തമായ ജൂത സമൂഹങ്ങളുണ്ട്. ആ സമൂഹങ്ങളാണ് അവിടുത്തെ അമേരിക്കയിലായാലും ബിസിനസ്സായാലും ശരി, ഉന്നതോദ്യോഗസ്ഥങ്ങളായാലും ശരി, എല്ലാം കൈകാര്യം ചെയ്യുന്ന വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവർക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് മാത്രമാണ് അവരുടെ പ്രശ്നം. വളരെ ചെറിയൊരു രാജ്യമാണ്, വളരെ കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പവും 1/3 ജനസംഖ്യയും മാത്രമുള്ള വളരെ ചെറിയ രാജ്യം. ആ രാജ്യത്തിൽ അവിടെ ഒരു സമൂഹമായി, അവരുടെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അവർക്ക് നിലനിന്നേ കഴിയുള്ളൂ. ഞങ്ങളത് അനുവദിക്കില്ല എന്നൊരു കൂട്ടർ പറഞ്ഞാൽ അവർ റൂത്ത്ലെസ്സായി തന്നെ നേരിടും. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ മര്യാദകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും മാനവികതയൊന്നും അല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതാണ് ശരി. ശ്രീ ബാസിൽ, ചുരുങ്ങിയ വാക്കുകളിൽ അപ്പോൾ അങ്ങനെ റുത്ത്ലെസ്സായി ഈ പറയുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ, റുത്ത്ലെസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അതിർത്തികൾ മൊത്തം അടച്ച് ഭക്ഷണത്തേക്ക് കടത്താതിരിക്കുക, പട്ടിണിയിൽ വലയുക, ഭക്ഷണം കൊടുക്കാമെന്ന് പറയുക, പാവങ്ങൾ ഓടി വരിക, ഭക്ഷണത്തിന് വേണ്ടി ഓടി വരിക, കുഞ്ഞുങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ തലയ്ക്ക് നേരെ വെടിവെച്ച് കൊല്ലുക. അപ്പോൾ റുത്ത്ലെസ് നടപടികൾ തുടരും ഇസ്രായേൽ നിലനിൽപ്പിനായി. അതെ, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിലനിൽപ്പ് എന്ന് പറയുന്നത് ആരാണ്? ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും ആക്രമിച്ച്, അതൊന്നും പോരാതെ ഇപ്പം GCC രാജ്യങ്ങളെ പോലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പം നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഈ നിലനിൽപ്പ് എന്നൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ചിലപ്പം ഫ്രം റിവർ ടു സീ എന്നൊക്കെ ഹമാസ് പറയുന്നു, അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലിക്വിഡ് പാർട്ടിയുടെ 77-ലെ ചാർട്ടറിൽ എന്താ പറയുന്നത്? ബിറ്റ്വീൻ ദ സീ ആൻഡ് ദ ജോർദൻ്റെയും സീൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ റിവർ ടു സീ ഇസ്രായേൽ മാത്രമായിരിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ അവിടെ ഫലസ്തീനികളുടെ അസ്തിത്വത്തെ ഇസ്രായേലും അംഗീകരിക്കുന്നില്ല, ലിക്വിഡ് പാർട്ടിയും അംഗീകരിക്കുന്നില്ല, നെതന്യാഹുവും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അവർ അംഗീകരിക്കാത്തത്. എന്ന് വെച്ചാൽ അറബികളെ അവർ അംഗീകരിക്കുന്നില്ല, ഫലസ്തീനികളെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും മധ്യേഷ്യയിലെ പ്രശ്നം അങ്ങനെ ഇങ്ങനെ തീരാൻ പോകുന്നില്ല. അതിപ്പോൾ തുടങ്ങിയതല്ല, ഒക്ടോബർ 7 തുടങ്ങിയതല്ല. അതിന് കാലങ്ങളായി മുൻപുണ്ട്, അതിനുശേഷം കൊണ്ട് തുടരുകയും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ ഖത്തറിലടക്കം ഗൾഫ് മേഖലയിലടക്കം ഈ ഇസ്രായേൽ അസമാധാനം ഉണ്ടാക്കുകയാണെങ്കിൽ, അവിടെ കൊണ്ട് ബോംബിടുകയാണെങ്കിൽ അത് നമ്മുടെ അടക്കം വേദനയും ആദ്യമാണ്. കാര്യം നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ ഈ മേഖലയിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഇനി ഉണ്ടാവാതിരിക്കട്ടെ, അവിടെ സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.